മായ ശ്രീ ബ്രഹ്മർഷി ഭഗവാന്റെ അത്യത്ഭുതമായ അതിദിവ്യമായ കൃഷ്ണാവതാരത്തിലേക്ക് കടക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള തിരക്കാണ് ശ്രീ ബ്രഹ്മർഷിക്ക്. അതേപോലെ തന്നെ അതിനേക്കാൾ തിരക്കാണ് പരീക്ഷത്തിന്. ഭഗവത് കഥകൾ കേൾക്കാൻ ഏതൊരു ഭഗവാന്റെ കഥ കേട്ടാലാണോ ആനന്ദം അനുഭവിക്കുന്നത്, ഏതൊരു കണ്ണനാണോ തന്നെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് രക്ഷിച്ചത്, ആ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാനുള്ള തിരക്കിലാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ മറ്റു കഥകൾക്കെല്ലാം പ്രാധാന്യമുണ്ടെങ്കിലും വളരെ ചുരുക്കി പറഞ്ഞു പോയിട്ട് വേഗം കൃഷ്ണാവതാരത്തിലേക്ക് കിടക്കുകയാണ്. നമുക്കും അതാണ് തിരക്ക് കൂടുതൽ. വേഗം കൃഷ്ണാവതാരമാണ്. അതിൻ്റെ ഒരു മാധുര്യം, അതിൻ്റെ ഒരു രസം അതൊന്ന് വേറെയാണ്. അതിലേക്ക് കിടക്കാനുള്ള തിരക്കിലാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോഴാണ് ഇവിടെ നമ്മൾ നേരത്തെ കേട്ടു, അഷ്ടമസ്കന്ധത്തിൽ വരാഹമൂർത്തിയായിട്ട് വാമനമൂർത്തിയായിട്ട് അവതരിച്ചുകൊണ്ട് വലിയെ അനുഗ്രഹിച്ചെങ്കിൽ നമ്മളെയും അനുഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ് വാമനമൂർത്തി. കാരണം ഭാഗവതം നമ്മളെങ്ങനെയാണ് പഠിക്കുക, ഭാഗവതത്തിലേക്ക് എങ്ങനെ പ്രവേശിക്കണം, അത് വാമനമൂർത്തിയെപ്പോലെ പ്രവേശിക്കണം എന്നാണ്. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ, ഒരു യാചകനെ പോലെ ഭാഗവതത്തിൻ്റെ മുമ്പിൽ നിൽക്കണം എപ്പോഴും. വാമനമൂർത്തി എങ്ങനെയാണോ ഭിക്ഷാന്തേഹി എന്ന് പറഞ്ഞ് നിൽക്കുന്നത്, അതേപോലെ ഭാഗവതത്തിൻ്റെ മുമ്പിലും നമ്മളൊരു ഭിക്ഷാന്തേഹിയായിട്ട് നിൽക്കുമ്പോൾ ഭാഗവതം പതുക്കെ നമ്മുടെ ഉള്ളിലേക്ക് അങ്ങനെ കയറി പിന്നെ ഭാഗവതമേ ഉള്ളൂ എന്നൊരു ചിന്ത വരും. ആ വാമനമൂർത്തിയായിട്ട് ത്രിവിക്രമനായിട്ട് നമുക്ക് ഭാഗവതം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും, നമ്മുടെ ജീവിതത്തിൽ മുഴുവനും. അതാണ് ഭാഗവതത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെ നിറഞ്ഞു നിന്ന മറ്റൊരാളാണ് സത്യവ്രതൻ. അദ്ദേഹം കൃതമാല എന്ന നദിയിൽ തർപ്പണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ കയ്യിൽ ഒരു ചെറിയ മത്സ്യമായിട്ട് വന്നു ഭഗവാൻ. എത്ര പെട്ടെന്നാണ് അവിടുന്ന് വലുതായി ആ സമുദ്രം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു മത്സ്യമായിട്ട് മാറി. പറഞ്ഞത്ര 7 ദിവസമേ ആയുസുള്ളൂ. അതിനു മുമ്പ് പ്രപഞ്ചം മുഴുവനും പ്രളയത്തിലായിത്തീരും. അന്ന് ഞാൻ വരും നിൻ്റെ അടുത്തേക്ക്, നിനക്ക് വേണ്ടത് പറഞ്ഞു തരാം. എപ്പോഴും ഗുരുവായിട്ട് ഭവിക്കുന്നത് ആരാണ്? അത് ഭഗവാനാണ്. നമ്മൾ ഓരോരുത്തരും ഗുരുക്കന്മാരെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഭാഗവതം പറഞ്ഞു, മോഹിച്ചോളൂ ഗുരുവായൂരപ്പ, നീ ഗുരുവായിട്ട് വരണേ. എപ്പോഴെങ്കിലും ഒരു മോഹം നമുക്ക് അങ്ങോട്ട് വെച്ചാൽ ഭഗവാൻ നമ്മുടെ മുമ്പിൽ വരും. അതും നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിൽ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അപ്പോഴാണ് നമുക്ക് സത്യം ബോധ്യപ്പെടുക. എത്ര ഗുരുക്കന്മാരുടെ അടുത്ത് നമ്മൾ പോയാലും നമുക്ക് സത്യത്തിനെ അറിഞ്ഞോളണമെന്നില്ല. കാരണം എല്ലാവരും അപൂർണരാണ്. അതുകൊണ്ട് തന്നെയാണ് സത്യവ്രതൻ സത്യമായിട്ടുള്ളതിനെ തന്നെ വ്രതമായിട്ട്, അല്ലെങ്കിൽ അതിനെ തന്നെ മനസ്സ് ആവൃതമാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഭഗവാൻ ഏകശൃംഗധരോ മത്സ്യോ ഹൈമോ നിയുതയോജന, ഏകശൃംഗനായിട്ട് വന്നു എന്നാണ്. മത്സ്യത്തിന് എങ്ങനെ കൊമ്പ് എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ്. ഏകമാണ് ഭഗവാൻ. ഈ ലോകം മുഴുവൻ അഹമേവാസ്വമേവാഗ്രേ ന അന്യൽ സദസൽപരം. അതേ ബ്രഹ്മാവിൽ കൂടി ലോകത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇവിടെ ആരേ ഉള്ളൂ, ഞാൻ താനിതെല്ലാം, മറ്റൊന്നില്ല, നൂനം സനാതനം. ഇവിടെ ഞാൻ മാത്രമുള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സത്യവ്രതനെ കൂടി നമുക്ക് പറഞ്ഞു തരണു, ഞാനേ ഉള്ളൂ ഇവിടെ, ആത്മാ മാത്രം, ഞാൻ മാത്രം. ആ സ്വരൂപത്തിനെ സത്യവ്രതത്തിൽ കൂടി നമുക്കും ബോധ്യപ്പെടുത്തി തരികയാണ്. ആ ചിന്തയിലേക്ക് ഉയരാൻ വേണ്ടിയിട്ടാണ് ഭാഗവതം, അല്ലേ? അപ്പോൾ 4 കഥകൾ നമുക്ക് ഭാഗവതത്തിൽ അഷ്ടമസ്കന്ധത്തിൽ പറഞ്ഞു. ഇന്ന് ഗജേന്ദ്രമോക്ഷം, പാലാഴിമഥനം, വാമനാവതാരം, മത്സ്യാവതാരം. ഇത് നമ്മുടെ കഥയാണ്. ഇത് 4 സംസാരത്തിലേക്ക് കർമ്മമാകുന്ന മുതല കടിച്ചു വലിച്ച് ഇങ്ങനെ കൊണ്ടുപോകാൻ നമ്മളെ, അല്ലേ? ഇന്നും ദുഃഖമാകുന്ന ചെൽക്കുണ്ടിലേക്ക് വലിച്ചു കൊണ്ടുപോകുമ്പോൾ അവിടെ ഭഗവാൻ ഗുരുവായിട്ട് മുമ്പിൽ വന്നു. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ഗുരുവായിട്ട് വന്നുകൊണ്ട് ആ ഗജേന്ദ്രനെ എന്ന് പറഞ്ഞാൽ ആ ജീവനെ പിടിച്ച് ഉയർത്തുക മാത്രമല്ല ഭഗവാൻ ചെയ്തത്, ഇനി നീ എന്ത് വേണം, നിൻ്റെ മനസ്സിലുള്ള അഴുക്കിനെ മുഴുവൻ നീ കളയൂ, അതാ വേണ്ടത്. അതിനെ മഥനം ചെയ്തു, വേണ്ട മാതിരി മഥനം ചെയ്ത് ഉള്ളിലുള്ള കാമക്രോധാദികളൊക്കെ പോയപ്പോൾ അദ്ദേഹത്തിന് ശരിയായിരിക്കുന്ന അമൃത് കിട്ടി. അതെന്താണ്? ജ്ഞാനമാകുന്ന അമൃത്. അപ്പം നമ്മുടെ ഉള്ളിലുണ്ട് ഈ ജ്ഞാനം. അതെങ്ങനെ കിടക്കണമെന്ന് വെച്ചാൽ ഭൂമിയിൽ എവിടെ നോക്കിയാലും വെള്ളം കിടപ്പുണ്ട്, അല്ലേ? വെള്ളത്തിനെ കണ്ടെത്താൻ എന്ത് ചെയ്യും? കിണറൊക്കെ കുഴിക്കുന്നവർ വന്ന് സ്ഥാനം കാണും, ഇന്നടുത്ത് കുഴിച്ചോളൂ. എത്ര അടി താഴ്ത്തേണ്ടി വരും ചിലപ്പോൾ.
15 അടി 20 അടി ഒക്കെ താഴ്ത്തുമ്പോൾ ചിലപ്പോൾ നല്ല പാറക്കെട്ടുകളായിരിക്കും. അതൊക്കെ വെടിവെച്ച് തകർക്കുമ്പോൾ നല്ല വെള്ളം ഉയർന്നു വരും, ഒരിക്കലും പറ്റാത്തത്. അതേപോലെ നമ്മുടെ ഉള്ളിൽ കിടക്കേണ്ട ജ്ഞാനം ഏതൊന്നാണ് നമുക്ക് അറിയേണ്ടത്. ആ ആത്മസ്വരൂപത്തിനെക്കുറിച്ചുള്ള ജ്ഞാനം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. പക്ഷേ കാമക്രോധാദികൾ വന്ന് അഴുക്ക് വന്ന് മണ്ണ് വന്ന് മൂടിക്കിടക്കുക. അതിനെ മാറ്റണം. അതിനെന്ത് വേണം? നിരന്തരമായിരിക്കുന്ന ധ്യാനം, പ്രയത്നം. അതാണ് നമുക്ക് പാലാഴി മഥന കൂടി കാണിച്ചു തന്നത്. ആ പ്രയത്നം കൊണ്ട് ഉള്ളിലെ അഴുക്ക് ഓരോന്നോരോന്നായിട്ട് പോയി വരുമ്പോൾ പിന്നെ നമുക്ക് കിട്ടും അതിദിവ്യമായിരിക്കുന്ന ആ ജ്ഞാനപ്രകാശം. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും നല്ല സമ്പത്തിനുടമയായിട്ട് മാറി ബലിയായിട്ട് മാറുന്നത്. ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയും, ഒരു വിറക് വിറ്റ് നടക്കുന്ന ഒരാൾ, അതിങ്ങനെ ചെറിയ ചെറിയ ചുള്ളിക്കമ്പൊക്കെ വിറ്റിട്ട് അയാൾ ജീവിക്കുക. ഒരിക്കൽ ഒരു സന്യാസി കാടിൻ്റെ അറ്റത്തിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ എവിടെ പോകണു? പറഞ്ഞു, ഞാൻ വിറക് ശേഖരിക്കാൻ പോയത് വിട്ടിട്ടാ സ്വാമി ഞാൻ ജീവിക്കുന്നത്. ഈ ചുള്ളിക്കമ്പല്ല നീ വിൽക്കേണ്ടത്, നീ ഉള്ളിലേക്ക് പോകൂ, നിനക്ക് കാണാം നല്ല ചന്ദനവളം നിൽക്കേണ്ട അവിടെ, അത് വെട്ടി വിൽക്കൂ, നിനക്ക് എത്ര സമ്പത്ത് കിട്ടും. അയാൾ ആ ചന്ദനവലം അന്വേഷിച്ച് ഉള്ളിലേക്ക് പോയപ്പോൾ ധാരാളം ചന്ദനവലങ്ങൾ നിൽക്കണം. ചുള്ളിക്കമ്പ് വിട്ട പോലെയല്ല പിന്നെ അല്ലേ, ചന്ദനവലം വിൽക്കാൻ തുടങ്ങിയോടി അദ്ദേഹത്തിന് സമ്പത്ത് കൂടാൻ തുടങ്ങി. അപ്പോഴും ഒരു ദിവസം പറഞ്ഞു, ചന്ദനവലം പോരാ, അതിൽ നിൽക്കരുത്, നീ വീണ്ടും ഉള്ളിലേക്ക് പോകും. പോയി കഴിഞ്ഞാൽ നിനക്ക് കാണാൻ നിനക്ക് സാധിക്കും, വെള്ളിയുടെ ഖനി കിട്ടും. കുറേം കൂടെ ഇതിലേക്ക് പോയപ്പോൾ നല്ല വെള്ളി ഖനി, ധാരാളം വെള്ളി. അത് വിറ്റ് കാശ് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു, വീണ്ടും അദ്ദേഹം പറഞ്ഞു, ഇതിലും നിൻ്റെ മനസ്സ് കുടുങ്ങി കിടക്കരുത്, പോകും മുന്നോട്ട്. പിന്നെ ഉള്ളിലേക്ക് പോയപ്പോൾ സ്വർണ്ണഖനി കണ്ടു, പിന്നീട് രത്നഖനി കണ്ടു എന്നാണ്. പിന്നെ അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. എന്ത് രസം ഇതൊക്കെ പറയുമ്പോൾ എന്നറിയോ? പഞ്ചകോശാന്തരസ്മിത നിത്യയൗവനാമതശാലിനി അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം. 5 കോശങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ. ഇതിൻ്റെ ആനന്ദമയത്തിൻ്റെ ഉള്ളിലാണ് ഈശ്വരൻ നിറഞ്ഞിരിക്കുന്നത്. ആ ആത്മാവിനെ അറിയാൻ എന്ത് വേണം? ഇങ്ങനെ ഓരോന്ന് കടന്നു പോകണം. നമ്മൾ ആദ്യത്തെ കോശത്തിൽ നിൽക്കാം. ഏത് കോശം? അത് അന്നമയം എന്ന ഈ ശരീരബോധത്തിൽ മാത്രം. അതിൽ നിന്നുള്ളിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്കൊരിക്കലും പറ്റാത്തതായിരിക്കുന്ന ആ ആത്മസ്വരൂപത്തിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതിനെ എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിച്ചുകൊള്ളുന്നതാണ്. അങ്ങനെ കണ്ടെത്തുന്നതിൻ്റെ പേരാണ് ആ ജ്ഞാനം കൊണ്ട് നമ്മൾ നേടുന്ന ആ കഷ്ടപ്പാടിൽ കൂടി നമ്മൾ നേടുന്ന ആത്മസ്വരൂപമാണ് ഇവിടെ വാമനമൂർത്തി. അഭിമാനത്തിനെ കളയുന്നവൻ വാമനൻ എന്ന ആ വാക്കിന് സജ്ജനങ്ങൾ അർത്ഥം പറഞ്ഞിരിക്കുക അങ്ങനെയാണ്. അഭിമാനത്തിനെ കളയുന്നവൻ, ഞാനെന്ന അഹങ്കാരം പരിപൂർണമായിട്ട് കളഞ്ഞിട്ട് നീ ആരാണെന്ന് അറിയോ? നിനക്ക് എനിക്ക് മനസ്സിലായി, ഈ ചെറിയ ഞാൻ മാറിയപ്പോൾ ഇപ്പോൾ സർവ്വതും ഞാൻ തന്നെ എന്നുള്ള ഭാവം വന്നു. ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമതു തോന്നായികവേണമിഹ തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. അങ്ങനെ ഉയരണം നമ്മൾ ഓരോരുത്തരും. ഭാഗവതം ഓരോ കഥ പറയുമ്പോഴും നമ്മളെ ഉള്ളിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുകയാണ്. പുറമിലേക്ക് നോക്കാനല്ല, ഉള്ളിലേക്ക് നോക്കൂ. നീ അകത്തേക്ക് നോക്കൂ, നിനക്ക് കാണാം ആ കണ്ണനെ. നീ അന്വേഷിക്കുന്ന നിൻ്റെ ആനന്ദത്തിനെ, നിൻ്റെ ആത്മാവിനെ കണ്ടെത്താനുള്ള ശ്രമമാണ്. ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ബാക്കിയൊക്കെ നേടിയതെല്ലാം ഇവിടെ ഇട്ടിട്ട് പോകണം. അതെന്നറിഞ്ഞോ അന്ന് ഞാൻ അമൃതനായി, അമൃതോ ഭവതി സിദ്ധോ ഭവതി ആനന്ദോ ഭവതി എന്നൊക്കെ ഉപനിഷത്ത് പറയും. ആ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ആ ആനന്ദമാണ് പിന്നീട് ഗുരുഭാവത്തിൽ മറഞ്ഞു നിൽക്കണോ ഏകനായിരിക്കുന്ന ഈശ്വരൻ മാത്രം. അതാണ് ഏകശൃംഗധരോ മത്സ്യ. ഒരു കൊമ്പോട് കൂടിയിട്ടുള്ള ഭഗവാൻ മുമ്പിൽ വന്ന് നിൽക്കുക. ഹേ സത്യവ്രത, ഇവിടെ ആരെയുള്ളൂ? ഞാൻ മാത്രം, അല്ലേ? മറ്റൊന്നില്ല എന്നാണ്. മറ്റൊന്നും കാണാതെ എൻ്റെ സർവം ഖല്ലിതമേവാഹം ന അന്യതസ്മി സനാതനം. ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ഭാവം സത്യവ്രതന് കാണിച്ചു കൊടുക്കുന്നു. എന്ത് രസമാണെന്നറിയോ? ഈ 4 കഥകളും നമ്മൾ ഒരാളെ കാണിക്കുന്നതാണ്. ഒരാളിങ്ങനെ പടിപടിയായിട്ട് ഉയർന്ന് സർവത്ര ഞാൻ തന്നെ എന്ന ആ സമദർശിത്വത്തിലേക്ക്, അദ്വൈത ഭാവത്തിലേക്ക് എത്തിച്ചേരാം. അതാണ് അഷ്ടമത്തിൻ്റെ പ്രത്യേകത. അഷ്ടമസ്കന്ധം എന്തിനെ കാണിക്കുന്നതാണ്? യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. 8ാമത്തെ പടിയാണ് അല്ലേ? അപ്പോഴാണ് ഞാൻ ആരാണെന്ന് തിരിച്ചറിയാം. എന്ത് രസഭാഗമെന്നറിയോ?
അത് നമുക്കറിയാൻ സാധിച്ചാൽ നമ്മൾ അമൃതനായി, അപ്പം നമ്മൾ ആനന്ദവാനായി എന്നാണ്. അല്ലാത്തയിടത്തോളം കാലം നമുക്ക് ഒരിക്കലും ആനന്ദമേ അനുഭവിക്കാൻ സാധിക്കില്ല. അത് പറഞ്ഞുകൊണ്ടാണ് 9ാമത്തെ സ്കന്ധം നവമസ്കന്ധത്തിലേക്ക് കിടന്നത്. നവമസ്കന്ധം എന്തിനു വേണ്ടിയാണ് പറയണത്? ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ 2 തരത്തിലാണ് പറയാം. ഒന്ന് സൂര്യവംശം, ഒന്ന് സോമവംശം. 2 വംശങ്ങളെ ഈ ലോകത്തിലുള്ളൂ എന്ന് പറയാണ്. ഒന്ന് സൂര്യവംശവും ഒന്ന് സോമവംശവും. നമ്മുടെ മുതുമുത്തശ്ശൻ ആരാണെന്ന് ചോദിച്ചാൽ അത് സൂര്യനാണ്. മുതുമുത്തശ്ശി ആരാണെന്ന് ചോദിച്ചാൽ അത് ചന്ദ്രനാണ്. ഈ 2 വംശത്തിൽ പറഞ്ഞവരാണ് നമ്മൾ ഓരോരുത്തരും. അതിനെ എപ്പോൾ നമ്മൾ മറക്കണോ ആ സമയം നമ്മളൊന്നും അല്ലാണ്ട് തീർന്ന് കാണിച്ചു തരിക. എന്താണ് സൂര്യൻ്റെ പ്രത്യേകത? സൂര്യൻ പ്രാണശക്തിയാണ്, കർമ്മത്തിന് സാക്ഷിയാണ്, കർമ്മത്തിന് നമ്മളെ ഉണർത്തുന്ന ശക്തിയാണ്, നമ്മുടെ ബുദ്ധിയാണ്, നമ്മുടെ മസ്തിഷ്കമാണ്, നമ്മുടെ അച്ഛനാണ്. എന്തൊരു സ്ഥാനം അറിയോ സൂര്യന് കൊടുത്തിരിക്കുന്നത്? സൂര്യൻ ഉദിക്കുമ്പോൾ സൂര്യൻ ഇത്തിരി തീഷ്ണത കൂടുതലാണ് അല്ലേ? സൂര്യനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റില്ല, സൂര്യൻ്റെ അടുത്ത് നിൽക്കാനും നമ്മളെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. അച്ഛൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്തിരി ഭയം ഉണ്ടായിരുന്നു അല്ലേ? അച്ഛൻ ഇത്തിരി തീഷ്ണത തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും. ഇന്ന് അങ്ങനെ ഇല്ലാണ്ടേ എന്നുള്ളൂ. ഇന്ന് മക്കൾക്ക് തീഷ്ണത കൂടുതൽ, ഇന്ന് അച്ഛനായിരുന്നു തീഷ്ണത കൂടുതൽ. അപ്പോൾ അച്ഛൻ്റെ സ്ഥാനമാണ് ആ സൂര്യന്. അമ്മ എന്ന് പറയുന്നതാണ് ചന്ദ്രൻ. പകൽ മുഴുവനും ജോലി എടുത്ത് വൈകുന്നേരം വരുമ്പോഴേക്കും ആ ചന്ദ്രൻ പ്രകാശിച്ചങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് എന്തുമാത്ര നേരം വേണമെങ്കിലും ചന്ദ്രനെ നോക്കി നിൽക്കാം അല്ലേ? അച്ഛൻ്റെ മുഖത്ത് ഇതുപോലെ നോക്കി നിൽക്കാൻ പറ്റില്ല, അമ്മയുടെ മുഖത്ത് നോക്കി നിൽക്കാം. അമ്മ ആരാണ്? അമ്മ സ്നേഹമാണ്. അമ്മയാണ് നമുക്കെല്ലാം ആശ്രയവും. നമ്മളൊക്കെ പണ്ട് എന്ത് പറയാം, അമ്മയുടെ അടുത്ത് കൂടിയാണ് അച്ഛനോട് പറയാം. അവിടെ നേരിട്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ തലമുണ്ടയ്ക്ക് അടി കൊണ്ടുവന്ന് വെച്ചാൽ മതി. അതുകൊണ്ട് അമ്മയെ കൂടിയാണ് നമ്മൾ കാര്യങ്ങൾ സാധിക്കുക. ആ അമ്മ സ്നേഹമാണ്, ചേർത്ത് നിർത്താൻ. ഇപ്പോഴും അമ്മയുടെ മടിയിൽ പോയി കിടക്കാൻ നമുക്ക് അമ്മ എത്രയും ഇഷ്ടമാണ് നമുക്ക് അല്ലേ? അമ്മയുടെ കഥ പറയാൻ നമുക്ക് എത്ര ഇഷ്ടമാണെന്ന് ആലോചിച്ചോളൂ. അമ്മ ഇന്നും നമുക്ക് സുന്ദരിയാണ്. എത്രയാണെങ്കിലും ആ അമ്മയെ നമ്മൾ സുന്ദരിയായിട്ടാണ് കാണാം. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയം അമ്മയെ തന്നെയാണ്. അത് തന്നെയല്ലേ ചന്ദ്രനും? എത്ര സുന്ദരമാണെന്ന് ആലോചിച്ചോളൂ. അത് അമ്മയാണ്, നമ്മുടെ മനസ്സാണ്, ഈ ശക്തിയാണ്. അതുപോലെ തന്നെ ഭക്തിയാണ്. എല്ലാം 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 വിചാരമാണ്, എല്ലാം ചന്ദ്രനാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ 2 ഭാവം അച്ഛനും അമ്മയും ഇനി മറക്കരുത് നമ്മൾ ഓരോരുത്തരും. ആരാണ് അച്ഛൻ? അത് സൂര്യനാണ്. ആരാണ് അമ്മ? അത് ചന്ദ്രനാണ് അല്ലേ? അങ്ങനെ കാണാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് തന്നെ ജ്ഞാനം പ്രകാശിക്കുന്നതാണ്. ഇവിടെ ആ 2 വംശത്തിൽ കൂടിയാണ് 2 വംശത്തിന് 11 അധ്യായങ്ങളെ കൊണ്ട് 13 അധ്യായങ്ങളെ കൊണ്ട് സൂര്യവംശത്തിനെയും 11 അധ്യായങ്ങളെ കൊണ്ട് സോമവംശത്തിനെയും പറഞ്ഞു. അതിൽ ശ്രദ്ധ എന്ന ദേവിയിൽ ശ്രാദ്ധദേവൻ എന്ന മനുവിന് 10 മക്കളുണ്ടായി എന്ന് പറയുകയാണ്. ആ 10 മക്കളുടെ വംശം വർണ്ണിക്കുകയാണ് സൂര്യവംശത്തിൽ കൂടി. അതിൽ അനവധി രാജാക്കന്മാരുടെ പേരിങ്ങനെ പറഞ്ഞു പോകണം. ഓരോരുത്തർക്കും ഓരോ ശ്ലോകവും 2 ശ്ലോകത്തിലൊക്കെ വെച്ച് അവരുടെ കഥ പറയുകയാണ്. എന്താണെന്ന് വെച്ചാൽ വേഗം എത്തണം കൃഷ്ണാവതാരത്തിലേക്ക്. അതിനു വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണ്. അപ്പോൾ ഇവരെയൊക്കെ വർണ്ണിച്ചുകൊണ്ടിരുന്നാൽ കൃഷ്ണാവതാരം എത്ര ദിവസം വേണമെങ്കിലും ഇരുന്ന് പറയാം. പക്ഷേ പരീക്ഷത്തിന് ആയുസ് കുറവല്ലേ? ഇത് 2 ദിവസം കൂടി ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ കൃഷ്ണലീലകളൊക്കെ പറയണം. ശ്രീശോഭനമോക്ഷനും അത് പറയാനുള്ള താല്പര്യമാണ്. അതുകൊണ്ട് വേഗം ആ വംശത്തിനെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ചിലവരുടെ കഥയ്ക്ക് ഒരല്പം പ്രാധാന്യം കൊടുത്തു. അതിലൊരാളാണ് സുകന്യ. ആ ശര്യാദി എന്ന് പേരായിരിക്കുന്ന ഒരു രാജാവ്, അദ്ദേഹത്തിന് ഒരു മകളുള്ളൂ. അപ്പോൾ ആ സുകന്യ കൊച്ചുകുട്ടി അവൾ കൂട്ടുകാരോടൊപ്പം കളിച്ച് നടക്കുമ്പോൾ ഒരു ചെതൽപ്പുറ്റ് കണ്ടു. ആ ചെതൽപ്പുറ്റിൽ തിളങ്ങുന്ന 2 വസ്തുക്കൾ കണ്ടപ്പോൾ അവൾക്ക് രസം തോന്നി. അവർ കോളിട്ടൊന്ന് കുത്തി നോക്കി. മുള്ളിട്ട് കുത്തി നോക്കിയപ്പോൾ അതിൽ നിന്ന് ഹാ എന്നുള്ള ശബ്ദം കേട്ടു. രക്തം വരാൻ തുടങ്ങി. അവൾക്ക് ഭയമായി. അച്ഛനോട് എന്ന് പറഞ്ഞു. അച്ഛൻ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഭടന്മാർക്കും കുതിരകൾക്കൊന്നും മലമൂത്രം പോവാതെ കണ്ട് വിഷമിക്കണം. വേഗം രാജാവ് വന്ന് ശര്യാദി വന്ന് ചെതൽപ്പുറ്റൊക്കെ പൊട്ടിച്ച് നോക്കിയപ്പോൾ ചവണ മഹർഷി ഇരിക്കണം, എല്ലാം തോടുമായിട്ട്. എത്രയോ കാലങ്ങളായി അദ്ദേഹം തപസ് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ കണ്ണാണ് കുത്തിപ്പൊട്ടിച്ചത്. വിഷമായില്ലേ? അദ്ദേഹത്തിനോട് സോറി ഇട്ടോ എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം ഒന്നും സോറി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ശപിച്ചാൽ എന്തായിരിക്കും? കുടുംബം മാത്രമല്ല ഈ രാജ്യമേ നശിക്കും. ഇനി എന്തേ ചെയ്യേണ്ടതെന്നായി. കുറേ ഭടന്മാരെ ഞാൻ നിർത്താം. ഇതൊക്കെ ദേവീഭാഗവതത്തിനാണ് നിശ്ചയിച്ച് പറയാം. അപ്പോൾ കുറേ ഭടന്മാരെ ഞാൻ നിർത്താമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഭടന്മാരൊന്നും എനിക്ക് ആവശ്യമില്ല, നീ എന്നെ കൊണ്ട് നടത്താൻ ഒരാൾ വേണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് സുകന്യ എന്ന കൊച്ചുകുട്ടി അവൾ പറഞ്ഞു, അച്ഛാ അദ്ദേഹത്തിനെ ഞാൻ നോക്കി കൊള്ളാമെന്ന് പറഞ്ഞു. ഇങ്ങനെ ആ കാട്ടിൽ
ഇത്രയും പടുവൃദ്ധനായിരിക്കുന്ന കണ്ണ് കാണാത്ത ഒരാളെ എല്ലും തോലുമായിട്ട് നിൽക്കുന്ന ഒരാളെ തൻ്റെ കൊച്ചു കുട്ടിയെ പറഞ്ഞു വിടാം. അദ്ദേഹത്തിന് വല്ലാണ്ട് വിഷമം തോന്നി. പക്ഷേ അവളുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ എന്ത് ചെയ്തു? തൻ്റെ രാജകീയ ആഭരണങ്ങളും ആടകളും ഒക്കെ അച്ഛന് ഊരിക്കൊടുത്തു. ഞാൻ കാരണമല്ല വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കണ്ണ് പൊട്ടിയത്. അപ്പം അദ്ദേഹത്തിനെ നോക്കേണ്ടത് എൻ്റെ ചുമതലയാണെന്നാണ്. ഇതാണ് നമുക്ക് ഭാഗവതം കാണിച്ചു തരാം. ഏതൊരു ഭർത്താവായിക്കോട്ടെ, ഇങ്ങനെയുള്ള ആളായിക്കോട്ടെ, നമുക്ക് സ്നേഹം കൊണ്ട് നമ്മുടെ വരുതിയിൽ വരുത്താൻ സാധിക്കുന്ന ഭാഗവതം നമുക്ക് കാണിച്ചു തരാം. സിംഹത്തിനെ മരിക്കുന്നവരെ കാണില്ലേ? ആനയെ കൊണ്ട് നടക്കണില്ലേ? പലരും പേടിപ്പിക്കാണ്ട് കൊണ്ട് നടക്കുന്ന എത്രയോ ആനക്കാരുണ്ട്, എത്രയോ സ്നേഹത്തോട് കൂടിയിട്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സാധിക്കും. സ്നേഹമാണ് ഏറ്റവും വലുത്. ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങാത്തതായിട്ടുള്ള ഒരു വലിയ വമ്പന് വലിയ ഭാഗവതം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരാം. ആ ശല്യാദി അവിടുന്ന് പോയി മകളെ അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് അവിടെ എന്ത് ചെയ്തു? ആ ആശ്രമത്തിനനുസരിച്ച വേഷം കെട്ടി മഹാദേവനെ പരിചരിക്കുന്ന പാർവതിയെ പോലെ അദ്ദേഹത്തിനെ കൈ പിടിച്ച് കൊണ്ടു നടത്തും. മലമൂത്ര വിസർജനങ്ങൾക്കൊക്കെ കൊണ്ടിരുത്തും. അതേപോലെ കുളിപ്പിക്കും. അദ്ദേഹത്തിന് വേണ്ടതായിരിക്കുന്ന പൂജയ്ക്ക് വേണ്ടതൊക്കെ ഒരുക്കി കൊടുക്കും. ആഹാരമൊക്കെ കൊടുത്ത് അത് കഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ അവർ കഴിക്കും. ആ ഉറങ്ങുന്ന സമയത്ത് ആ പാദങ്ങൾ തിരുമ്മി കൊടുത്ത് അതിൻ്റെ കാലിൻ്റെ ചുവട്ടിൽ കിടക്കും. അങ്ങനെ എത്ര നാൾ തൻ്റെ ഭർത്താവിനെ ഈശ്വരനെ പോലെ കണ്ട അവൾ സ്നേഹിച്ചു എന്നാണ്. എന്തെല്ലാം ഇത്രയും പടുവൃദ്ധനായിരിക്കുന്ന ഒരാളെ കൊണ്ട് നടക്കുമ്പോൾ ആകാശത്തിൽ കൂടി പോകുന്ന അശ്വിനി ദേവന്മാരിത് കണ്ടു. അത്ര അവർക്കൊരു വിഷമം തോന്നി. അവർ വേഗം വിമാനം കിഴക്കോട്ടേക്കാരന് ചോദിച്ചു, നീ ആര്? ഇദ്ദേഹം ആര് എന്ന് ചോദിച്ചു. ഇദ്ദേഹം ചവന മഹർഷിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പത്നീപദം അലങ്കരിക്കണമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർക്കൊരു സങ്കടം തോന്നി. അവർ പറഞ്ഞു, നിൻ്റെ ഭർത്താവിനെ നിനക്ക് പാകത്തിന് നല്ലൊരു യൗവനം കൊടുക്കാൻ ഞങ്ങൾ ദേവവൈദ്യന്മാരാണ്. പക്ഷെ ഞങ്ങൾക്ക് യാഗഭാഗം കിട്ടുന്നില്ല. എൻ്റെ ഭർത്താവ് വിചാരിച്ചാൽ അത് കിട്ടും. അതിനൊന്ന് സമ്മതിക്കുമെന്ന് ചോദിച്ചു. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ തന്നെ അദ്ദേഹം സമ്മതിച്ചു. വേഗം അവർ സിദ്ധജലം നിറച്ചതായിരിക്കുന്ന ഒരു തടാകം സൃഷ്ടിച്ചു. അതിൽ ചവനൻ്റെ കയ്യും പിടിച്ച് ഇറങ്ങി വന്നപ്പോഴേക്കും ഒന്ന് മുങ്ങി വന്നപ്പോഴേക്കും ഇവിടെ പറഞ്ഞു, നിമജ്ജതാം ഭവാനസ്മിൻ ഹൃദേ സിദ്ധവിനിർമ്മിതേ. ഒന്ന് മുങ്ങി വന്നപ്പോഴേക്കും 3 പേരും ഒരേപോലെ യുവകോമളന്മാരായിട്ട് നിൽക്കുന്നു. 3 പേരും താമരമാലയൊക്കെ ധരിച്ചിട്ടുണ്ട്. നല്ല സുന്ദരന്മാരായിട്ട് 3 പേര് നിൽക്കണം കണ്ടപ്പോൾ അവളോട് ചോദിച്ചു, അത്ര ഇതിലേതാണ് നിൻ്റെ ഭർത്താവ്? നീ കണ്ടെത്തിക്കൊള്ളുന്നതാണ്. അവൾ മടിയുണ്ടായില്ല. അവൾ വേഗം താൻ എന്നും പ്രാർത്ഥിക്കുന്ന ശ്രീപാർവതി എന്ന് വിളിച്ചു. അമ്മ, എൻ്റെ പാതിവത്യം, എൻ്റെ സ്നേഹം പൂർണ്ണമാണെങ്കിൽ എൻ്റെ ഭർത്താവിനെ എനിക്ക് കാണിച്ചു തരണേന്നാണ്. വേഗം അമ്മ കാണിച്ചു കൊടുത്തു. ആരുടെ പാദങ്ങളാണോ ഭൂമിയിൽ മുറ്റി നിൽക്കുന്നത് അതാണ് എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിനെ കണ്ടെത്തിയതാണ്. ഇതേ സന്ദർഭം രാമായണത്തിൽ കാണാം. ഇതേപോലെ സീതയെ പരീക്ഷിക്കാൻ തീരുമാനിച്ചത്ര ഋഷിമാരുടെ പത്നിമാർ. അപ്പോൾ അവരെല്ലാം കൂടി അങ്ങനെ തീരുമാനിച്ചു, ഇങ്ങനെ സീതാദേവിക്ക് എത്രമാത്രം പാതിവ്യത്യമുണ്ട്, എത്രമാത്രം സ്നേഹമുണ്ട്. ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഋഷിമാരുടെ വേഷത്തിൽ ശ്രീരാമചന്ദ്രനെ കൊണ്ടു നിർത്തിയതാണ്. അങ്ങനെ വരിയായിട്ട് ധാരാളം ഋഷിമാർ നിൽക്കുക. ആ സീതാദേവിയുടെ കണ്ണ് കെട്ടി ഇങ്ങനെ പറഞ്ഞു വിടുമ്പോൾ സീതാദേവി പതുക്കെ ഓരോരുത്തരുടെ അടുത്ത് നിന്ന് നിൽക്കും. നിന്ന് അവസാനം കുറച്ച് ദൂരം അവിടെ വന്നപ്പോൾ ഒരാളുടെ മുമ്പിൽ നിന്നു. ഒരടി മുന്നോട്ട് പോകുന്നില്ല. അവിടെ നിന്നപ്പോൾ ചോദിച്ചു, ഇതാണോ നിൻ്റെ ഭർത്താവ് ശ്രീരാമൻ? ഇത് തന്നെ, എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല എന്നാണ്. അടുത്ത് നിന്നപ്പോഴേ മനസ്സിലായി എന്നാണ്. അതാണ് സ്നേഹം, അല്ലേ? ഇവിടെ നമുക്ക് കാണിച്ചു തരികയാണ് സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്ന ലോകം. നമ്മൾ പറയാറില്ലേ, സ്നേഹത്തിൽ നിന്നാണ് ഈ ലോകം ഉണ്ടാവുന്നത് തന്നെ. അതുമാത്രമല്ല, സ്നേഹത്താൽ വൃത്തി തേടുന്നു. എന്തും അങ്ങനെ തന്നെയാണ്. സ്നേഹിക്കാൻ കഴിവുണ്ടോ? ഏതൊരു സാധനത്തിനെയും എത്ര ക്രൂരമായിക്കോട്ടെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കും. സ്നേഹമില്ലാത്തടത്ത് അതൊന്നും സാധിക്കില്ല എന്നാണ്. അതുകൊണ്ട് സ്നേഹമാണ് ഈ ജഗത്തിന് ശക്തി തന്നെ. അത് കൊടുക്കുക വേണ്ടതെന്ന് ഭാഗവതം കാണിച്ചു തരാം. അതോടുകൂടി എന്തെന്നില്ലാത്ത ആനന്ദമായി. ദേവി ഭാഗവതത്തിൽ പറയും, അച്ഛനും അമ്മയും കൂടി കുട്ടിയെ കാണാൻ വന്നു അത്രേ. എങ്ങനെ ജീവിക്കണമെന്ന് അറിയണ്ടേ? കാട്ടിൽ കായ്കനികളൊക്കെ ഭക്ഷിച്ച് ഇവിടെ വന്ന് നോക്കുമ്പോൾ എന്താ, ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ തൻ്റെ കുട്ടി ഇരിക്കണുണ്ട്. ദേഷ്യം ഒന്നാണ് അച്ഛനും അമ്മയ്ക്കും. നീ ആ വയസ്സനായിട്ടുള്ള ആളെ തല്ലി കൊന്നിട്ട് ഇവൻ്റെ കൂടെ കൂടിയല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അച്ഛാ, എൻ്റെ പാതിവൃത്യം കൊണ്ട്, എൻ്റെ സ്നേഹം കൊണ്ട്, എൻ്റെ ധർമ്മനിഷ്ഠകളെ കൊണ്ട് എനിക്ക് കിട്ടിയതാണ് അദ്ദേഹത്തിന്. അദ്ദേഹം തന്നെയാണ് ഇദ്ദേഹം ഈ രൂപത്തിലേക്കായെന്നാണ്. അപ്പോൾ എത്ര വയ്യാത്ത ആളായിക്കോട്ടെ, സ്നേഹം കൊണ്ട് നമുക്ക്
യൗവനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. നമ്മൾ കാണാറില്ല അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ എത്രയോ പാടില്ലാത്ത ആളുകളെ കൂടി കൊണ്ട് നടക്കുന്ന കാഴ്ചകൾ. സ്നേഹം കൊണ്ട് കീഴടക്കാൻ പറ്റാത്തതായിട്ട് എന്തുണ്ട് എന്ന് ഭാഗവതം നമ്മളോട് ചോദിക്കാം. അതിന് പാകത്തിന് നമ്മുടെ മനസ്സ് വികസിക്കണം. നമ്മുടെ മനസ്സ് അങ്ങനെയായി തീരണം. നമ്മുടെ വഴിക്ക് വരും ആരുമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ. പാമ്പുകളെ കൊണ്ട് നടക്കണില്ലേ, ക്രൂര മൃഗങ്ങൾ പാമ്പുകളെ സ്നേഹിച്ചു കൊണ്ട് നടക്കണില്ലേ, എന്തെല്ലാം നമ്മൾ ഈ ലോകത്തിൽ കാണുന്നു. അപ്പോൾ എല്ലാത്തിനും കാരണം നമ്മുടെ മനസ്സാണ്. മനസ്സ് നേരെയായോ ഒക്കെ നേരെയായി. നമ്മൾ ദുഷ്ടമായിട്ട് നമ്മൾ കാണാൻ തുടങ്ങിയോ അപ്പം എല്ലാം തീർന്നു എന്ന് പറയാം. അതൊക്കെ പറഞ്ഞിരുന്ന കൃഷ്ണാവതാരത്തില്ല വേറൊരു കഥ. കാരണം അത്രയും രസമാണ് ഇതിലെ ചെറിയ ചെറിയ കഥകളിൽ കൂടി വലിയ വലിയ ജീവിത തത്വം നമുക്ക് കാണിച്ചു തരികയാണ് ഭാഗവതം. അങ്ങനെ പിന്നീടാണ് ആ ശല്യാദിയുടെ പുത്രന്മാരിൽ ആനർത്തൻ്റെ പുത്രനായിട്ടാണ് രേവതൻ ഒരു പുത്രി ഉണ്ടായി, കകുദ്മിയുടെ പുത്രിയാണ് രേവതിയെ ബലറാം സ്വാമിക്കായിട്ട് വിവാഹം കഴിച്ചു കൊടുത്തു എന്ന് നേരത്തെ പറഞ്ഞു വെച്ചു. പിന്നെ ആ വംശത്തിലാണ് നഭകൻ, നാഭാകൻ, അംബരീഷൻ. അതിൽ നാഭാകൻ്റെ പുത്രനാണ് അംബരീഷൻ. നാഭാകൻ പേര് കേട്ടാൽ നമുക്കറിയാം, ഭാഗമില്ലാത്തവൻ നാഭാകൻ എന്ത് ചെയ്തു? കുട്ടിക്കാലത്ത് തന്നെ തീർത്ഥാടനമായിട്ട് പോയി. കുറേ കാലം തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോണ്ടല്ലോ ഏട്ടന്മാരൊക്കെ എന്ത് ചെയ്തു? ആ അച്ഛൻ്റെ അമ്മയുടെ മുതലൊക്കെ വീതം വെച്ചെടുത്തു. അപ്പോൾ നാഭാകൻ ചോദിച്ചു, എനിക്കും അവകാശമില്ലേ? പിന്നെ താൻ പോയില്ലേ തീർത്ഥാടനമായിട്ട്, താൻ വരികയെന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും കൂടി വീതം വെച്ചെടുത്തു. അന്നും അതെ ഇന്നും അതെ. അപ്പോൾ ഇനിയിപ്പോൾ എനിക്കെന്താ ഉള്ളത്? ഇതാ നിൽക്കുന്ന 2 പേര് വയസ്സായ അച്ഛനും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അന്നും പറയും ഇന്നും പറയും അല്ലേ. അപ്പോൾ നാഭാകൻ എത്ര സന്തോഷമായിരുന്നു കണക്കില്ല. ഏറ്റവും വലിയ സ്വത്ത് എന്താണ്? അച്ഛനും അമ്മയാണ്. അതല്ലാതെ കണ്ട് വേറെ എന്താ ഈ ലോകത്തിൽ സ്വത്തായിട്ടുള്ളത്? നമുക്ക് ഈ ശരീരം തന്നത്, നമ്മളെ ഇത്രയാക്കിയതെല്ലാം എൻ്റെ അച്ഛനും അമ്മയാണെങ്കിൽ അതിനേക്കാൾ വലുതായിട്ടൊരു സ്വത്ത് വേറെ എന്താ ഉള്ളത്? അതിനെ എപ്പോൾ നമ്മൾ തള്ളി പറയണോ, എപ്പോൾ തള്ളിക്കളയണോ ആ നിമിഷം തീർന്നു നമ്മുടെ ജീവിതം. നമ്മൾ വിചാരിക്കും ഗുരുവായൂരപ്പൻ തരുന്നു പറഞ്ഞുകൊണ്ട് അച്ഛനെയും അമ്മയും തല്ലിക്കൊണ്ട് അവിടെ പോയി ചരണപ്രവേശം നടത്തിയാലും ഭഗവാൻ കെത്തയ്ക്ക് അടിക്കും. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? അച്ഛനും അമ്മയാണ്, മാതാപിതാ ഗുരുദൈവം. അതുകൊണ്ടതാ ആ നാഭാകൻ അച്ഛൻ്റെ അമ്മയുടെയും കൈ പിടിച്ച് പോകുമ്പോൾ അച്ഛനും അമ്മയും ചോദിച്ചു, ഉണ്ണി ഏട്ടന്മാരോട് തമ്മിൽ തല്ലു കൂടിയിട്ടാണെങ്കിലും ആ സ്വത്ത് വാങ്ങിക്കായിരുന്നില്ലേ? വയസ്സായി ഞങ്ങളെ കൊണ്ടുപോയിട്ട് നിനക്ക് എന്തേ പ്രയോജനം? ഒരു പ്രയോജനം വേണ്ട, എൻ്റെ അച്ഛനും അമ്മയും മതി എനിക്ക്. അങ്ങനെ കൈ പിടിച്ച് അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ആഹാരം കൊടുക്കണ്ടേ? അപ്പോഴാണ് അവിടെ ബ്രാഹ്മണർ അങ്കിരസം എന്ന് പറയാതിരിക്കുന്ന ഒരു യാഗം നടത്തുന്നത്രേ. അതിൽ 6 ദിവസം കൂടുമ്പോൾ ചൊല്ലേണ്ടുന്ന ഒരു ഹക്കുണ്ട്. അത് അറിയില്ലാതെ കൊണ്ട് വിഷമിച്ചിരിക്കുക. നാഭാകനോട് അച്ഛൻ പറഞ്ഞു, അവർക്ക് വേണ്ട മന്ത്രം നീ പറഞ്ഞു കൊടുത്താൽ യാഗം കഴിയുന്നവരെ നമുക്ക് അവിടെ നിന്ന് ആഹാരം കിട്ടുമെന്ന് പറഞ്ഞു. വേഗം പറഞ്ഞു കൊടുത്തോടുകൂടി ബ്രാഹ്മണർക്ക് ഇഷ്ടമായി. അവർ പറഞ്ഞു, അച്ഛനും അമ്മയും കൂട്ടി നീ ഇവിടെ നിന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവരോടൊപ്പം യാഗത്തിലൊക്കെ പങ്കെടുത്ത് കുറേ ദിവസം ഉണ്ടായിരുന്നു യാഗമൊക്കെ കഴിഞ്ഞപ്പോൾ അതിന് ഉപയോഗിച്ചതായിരിക്കുന്ന ധാരാളം സാധനങ്ങൾ, സ്വർണ്ണപാത്രങ്ങൾ, ചെമ്പുപാത്രങ്ങൾ, വെള്ളിപ്പാത്രങ്ങൾ, രത്നഖചിതമായിരിക്കുന്ന സാധനങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞു, ഇതെല്ലാം നീ എടുത്തോളൂ, നീ ഞങ്ങൾക്ക് മന്ത്രം വേണ്ട സമയത്ത് പറഞ്ഞു തന്നില്ലേ, എല്ലാം എനിക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവർ പോയപ്പോൾ അതെല്ലാം ചാക്കിലൊക്കെ കെട്ടി അദ്ദേഹം തലയിൽ വെച്ച് പോരാൻ തുടങ്ങുമ്പോൾ വടക്കുന്ന ഒരാൾ ഓടി വരുന്നു. ഒറ്റ നിൽക്കൂ, ഇതൊക്കെ എനിക്ക് അവകാശപ്പെട്ടതാണ്, തന്നോട് ആരാ കൊണ്ടുപോകാൻ പറഞ്ഞത്, അവിടെ വയ്ക്കുമെന്ന് പറഞ്ഞു. സംശയം ഉണ്ടെങ്കിൽ അച്ഛനോട് ചോദിച്ചിട്ട് വരുമെന്ന് പറഞ്ഞു. നാഭാകൻ രണ്ടാമതൊന്നും സംശയിച്ചില്ല. ആ വന്ന ആളുടെ മുമ്പിൽ വെച്ചിട്ട് നേരെ അച്ഛനോട് എന്ന് കാര്യം പറയേണ്ട താമസം അച്ഛൻ പറഞ്ഞു, ആ വന്നിരിക്കുന്ന സാക്ഷാൽ വടക്കനാഥനാണ്, മഹാദേവനാണ് വന്നിരിക്കുന്നത്. ഇതുകൊണ്ട് മഹാദേവന് അവകാശപ്പെട്ടതാണ് അതെല്ലാം, ഭഗവാന്റെ പാദത്തിൽ വെച്ച് നമസ്കരിച്ചോളൂ എന്ന് പറഞ്ഞു. വേഗം മഹാദേവൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചോടുകൂടി മഹാദേവന് സന്തോഷമായി. ദദാമിതേ മന്ത്രദൃശേ ജ്ഞാനം ബ്രഹ്മസനാതനം. ഭഗവാൻ അനുഗ്രഹിച്ചു, നിനക്കൊരിക്കലും പറ്റാത്തതായിരിക്കുന്ന ആ ബ്രഹ്മജ്ഞാനം നിനക്കുണ്ടാവട്ടെ, ഇതൊക്കെ നീ എടുത്തോളൂ എന്ന് മാത്രമല്ല ഏട്ടന്മാരെക്കാൾ കൂടുതൽ സ്വത്തായി കഴിഞ്ഞിരിക്കണമെന്ന് മാത്രമല്ല അതിനേക്കാൾ വലുത് പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹം. നമുക്ക് ഭാഗവതം ഏത് കാലത്തും പ്രസക്തിയുള്ളതാണ്. ഭാഗവതത്തിലെ ഓരോ കാര്യങ്ങളും അന്ന് എഴുതി വെച്ചതാണെങ്കിലും ഇന്ന് നമ്മുടെ കുട്ടികൾ ചെയ്യണം, നോക്കിക്കോളൂ അല്ലേ. ഇപ്പോൾ എൻ്റെ ഈ കഥയുടെയൊക്കെ പ്രത്യേകത, അച്ഛനെ അമ്മയും തള്ളിക്കളഞ്ഞ് ഏതമ്പലത്തിൽ പോയി പൊങ്കാലിട്ടിട്ട് എന്ത് പ്രയോജനം? ഭാഗവതം നമ്മളോട് ചോദിക്കാം, അതിനേക്കാൾ വലുതായിട്ടൊരു സ്വത്തുണ്ടോ? അച്ഛനെ അമ്മയും തല്ലുന്നവർ, വെട്ടിക്കൊല്ലുന്നവർ, എന്തെല്ലാം കാഴ്ചകളാണ് ഓരോ ദിവസം. ഗുരുവായൂരപ്പ നമുക്കൊന്നും വായിക്കാൻ വയ്യ.
എങ്ങനെയൊക്കെ ആയിത്തീരണത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കൊച്ചു കുട്ടികൾ പോലും അങ്ങനെ ചെയ്തു തുടങ്ങിയെങ്കിൽ എത്ര കാലം മുമ്പേ ഭാഗവതം എഴുതി വച്ചിരിക്കണു. ഈശ്വരാനുഗ്രഹത്തിന് വേറൊരിടത്തും പോകണ്ട. പുണ്ടലീകൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അത്ര ഉത്തരേന്ത്യയിൽ. അദ്ദേഹം രംഗനാഥനെ അത്രയധികം ഭജിച്ചു. ശ്രീരംഗനാഥനെ ഭജിച്ച് അദ്ദേഹം ഇങ്ങനെ പോകുമ്പോൾ അച്ഛനെ അമ്മയെ കണ്ട ഭാവം നടിക്കില്ല. അച്ഛനും അമ്മയും നന്നായിട്ട് ദ്രോഹിക്കും. പച്ചവെള്ളം കൊടുക്കില്ല. രംഗനാഥനെ ചെന്നിങ്ങനെ പ്രദക്ഷിണം വെച്ച് ഇങ്ങനെ തൊഴുകയൊക്കെ ചെയ്യും. രംഗനാഥൻ കണ്ട ഭാവം നടിക്കുകയില്ല. അദ്ദേഹം ഒരു ദിവസം എവിടെയോ സത്സംഗത്തിൽ വെച്ച് അദ്ദേഹത്തിന് കേൾക്കാനിട വന്നു അച്ഛൻ്റെ അമ്മയുടെയും മഹിമ. അതിനേക്കാൾ വലിയൊരു ഈശ്വരപൂജയില്ല. അപ്പം അദ്ദേഹം എന്നും വിചാരിക്കും എന്തേ രംഗനാഥൻ എന്നിൽ പ്രസാദിച്ചില്ല. എപ്പോഴും അദ്ദേഹത്തിൻ്റെ വിഷമം അത് തന്നെയായിരുന്നു പുണ്ടലീകന്. ഒരു ദിവസം ആ സത്സംഗത്തിൽ കൂടി കേട്ടു അച്ഛൻ്റെ അമ്മയുടെയും അനുഗ്രഹമാണ് ഈശ്വരാനുഗ്രഹത്തിനേക്കാൾ മേലെ. അതറിഞ്ഞോടുകൂടി അയാൾ പിന്നെ രണ്ടാമത് നിന്നില്ല. പെട്ടെന്ന് വന്ന് അച്ഛനെയും അമ്മയും നോക്കാൻ തുടങ്ങി. എന്തെന്നില്ലാത്ത ഭവ്യതയോടുകൂടി സ്നേഹത്തോടുകൂടി വയസ്സായ അച്ഛനെ അമ്മയും നോക്കാൻ തുടങ്ങി. കുറേ നാൾ കഴിഞ്ഞു. അദ്ദേഹം ഇപ്പോൾ അമ്പലത്തിലൊന്നും പോകണില്ല. അച്ഛനെ അമ്മയെ നോക്കൽ മാത്രമേ ഉള്ളൂ പണി. അച്ഛൻ്റെ അമ്മയുടെ കാല് തിരുമ്പി കൊടുക്കുക, അവർക്ക് വേണ്ടത് ആഹാരമൊക്കെ കൊടുക്കുക, അവരെ വേണ്ട മാതിരി നോക്കി അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം രംഗനാഥൻ വന്നു. അദ്ദേഹത്തിൻ്റെ ഗ്രഹത്തിലേക്ക് വന്നു. നീ എന്തേ ഇപ്പം അമ്പലത്തിലേക്കൊന്നും വരുന്നില്ല? വേഷം മാറിയ വന്നതേ. നീ എന്തേ അമ്പലത്തിലേക്കൊന്നും വരുന്നില്ലല്ലോ? എന്തേ നീ രംഗനാഥനെ മറന്നു എന്ന് വെച്ചു. എൻ്റെ രംഗനാഥൻ എന്താ ഇവിടെ ഇരിക്കണം അച്ഛനുണ്ട്. ഇതിലും വലിയ രംഗനാഥനെ ഞാൻ കാണില്ല. ഇനി എൻ്റെ രംഗനാഥനും എൻ്റെ തിരുപ്പതി തേവരും എല്ലാം ഇത് തന്നെയാണ്. ഇതിലും വലുതായിട്ട് മറ്റൊന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ പറഞ്ഞു വിട്ടിട്ട് അച്ഛനെ അമ്മയും രക്ഷിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും രംഗനാഥൻ വേഷം മാറി വന്നു. എന്തേ നീ വരുന്നില്ല? വീണ്ടും പറഞ്ഞു നാളെ താൻ വന്നതല്ലേ, തന്നോട് പറഞ്ഞല്ലേ വരണ്ടാവുന്നു. എൻ്റെ ഈശ്വരൻ ഇതാണ്, ഇതിനേക്കാൾ വലുതായിട്ട് ഈശ്വരനില്ല എന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ രംഗനാഥൻ വേഷം മാറി അനുഗ്രഹിച്ചു പോകും. എനിക്ക് എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. ഇതൊക്കെ നമ്മൾ ഓരോ അനുഭവ കഥകളാണ് ഓരോരുത്തർ എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്തെല്ലാം നമ്മളിതൊക്കെ ഏത് കാലത്തും ഇതിന് എത്രയോ പ്രസക്തി. ഭാഗവതം പഴംപുരാണമാണെന്ന് തള്ളിക്കളയുന്ന ഹിന്ദുക്കൾക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ കഴിവില്ല. ഭാഗവതം മാത്രമല്ല, നമ്മുടെ പുരാണങ്ങളൊക്കെ പഴംപുരാണമാണ്. ഏതോ താടിക്കാരെന്തോ വേണ്ടാതിനെ എഴുതി വെച്ചേക്കാമെന്ന് പറഞ്ഞു നടക്കുന്ന കുറേ ജന്തുക്കളുണ്ടല്ലോ നമ്മുടെ ഇടയിൽ. അങ്ങനെയുള്ളവർക്ക് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കണം. ശരിക്കും ഇന്നത്തെ കുട്ടികൾ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന് ചോദിക്കുമ്പോൾ ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല. അത് കൊടുക്കട്ടെ. കുടുംബത്തിനെ സ്നേഹിക്കാൻ, കുടുംബത്തിനെ നോക്കാൻ അത് പഠിക്കണം. ആ നാഭാഗൻ്റെ പുത്രനാണ് അംബരീഷൻ. അമ്പരം ദീക്ഷ. പ്രപഞ്ചത്തിൽ മുഴുവനും ആകാശം പോലെ എവിടെയും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ ഭജിക്കണം. ഈ ഭൂമിയെ മുഴുവനും പരിപാലിക്കുന്ന ചക്രവർത്തി ആകുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവനും സഭയുമന കൃഷ്ണപദാരവിന്ദയോ വചാംസി വൈകുണ്ഠഗുണാണ് വർണ്ണനെ കരോഹരേർ മന്ദിരമാർജനാദിഷു ശ്രുതിം ചകാരാച്യുതസൽകഥോദയേ. ഈ ഭൂമിയെ മുഴുവനും പരിപാലിക്കുമ്പോഴും അതിനെ ഒരു മണ്ണാങ്കട്ട പോലെ കണ്ടു. ഒരു തരി മണൽ പോലും ഞാൻ കൊണ്ടുവന്നിട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് ഞാനിത് എൻ്റെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കണത്? ഒന്നും എൻ്റെ അല്ലല്ലോ, ഒന്നും ഞാനല്ലല്ലോ. ഒരു ചെടി വളർത്തിക്കൊണ്ട് ഒരു പുല്ല് മുളപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? അതിൻ്റെ ഉള്ളിൽ ചൈതന്യമില്ല എന്ന് വിചാരിച്ചാൽ നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും എത്ര വളമിട്ടാലും ആ പുല്ല് മുളയ്ക്കണമെങ്കിൽ ആര് വേണം? അതിൻ്റെ ഉള്ളിൽ കൃപാകടാക്ഷം ഉണ്ടാവണം. അതില്ലാണ്ട് അതെങ്ങനെ മുളയ്ക്കും? അത് അദ്ദേഹത്തിന് നല്ല ബോധമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അതിലൊന്നും മനസ്സ് വെച്ചില്ല. സവൈമന കൃഷ്ണപദാരവിന്ദയോ വചാം ശിവൈകുണ്ഠഗുണാന വർണ്ണനേ. തൻ്റെ മനസ്സ് മുഴുവനും ഈ പൊന്നുണ്ണി കണ്ണൻ്റെ പാതാരവിന്ദങ്ങളിൽ വാക്കുകൾ, ചുണ്ടുകൾ, നാവ് എന്തിനുള്ളതാണ്? അത് ഭഗവാന്റെ നാമം ചൊല്ലാനുള്ളതാണ്. രസനയും ഭവൽ ഗുണനാമാമൃത രസം രസാൽനൂകം നലം വിലസണം. നാവ് എന്തിനുള്ളതാ? കണ്ണൻ്റെ നാമം ചൊല്ലാനുള്ളതാണ് അല്ലേ. നാവെന്തിനു തന്നു ഭഗവാൻ നാരായണ നാമം ചൊല്ലാൻ. നമ്മൾ പാടാറുണ്ട് ഇതൊക്കെ, പക്ഷെ അത് പാടത് മാത്രമേ ഉള്ളൂ, ഉള്ളാലും നമ്മൾ ഗ്രഹിച്ചിട്ടില്ല. നാവ് നാമം ജപിക്കാനാണ്, കൈകളെ കൊണ്ട് കണ്ണനെ പൂജിക്കാനാ. പദങ്ങൾ മാറുദേശ പദങ്ങളും അരുൾ പുരീശ നിന്നെ താൻ പ്രദക്ഷിണം വെച്ചു സുരക്ഷ നേടണം. ശിരസ്സു കൃഷ്ണ നിൻ കഴൽ താരിൽ നമസ്കരിച്ചനുഗ്രഹം
അണിഞ്ഞു മിന്നണം മനസ്സു മോഹനമഹസായ നിന്മൈ നിനച്ചു നേഹൃതി നിതാന്തമേഷണം ഇവണ്ണമിന്ദ്രിയ സമൂഹ കൃത്യമൻ സുപർണവാഹന ഭവന്മയമാക്കി ഹരിഭക്തരൊത്തു ഭവാനിയും പാർത്തു ഹരിഗാനം ചെയ്തും രസിച്ചിടാവൂ ഞാൻ. ഹരേ രാമ ഹരേ ഹരേ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ ഹരേ കൃഷ്ണ ഹരേ. അതാണ് അദ്ദേഹത്തിൻ്റെ ഭാവം. എല്ലാം നേടുമ്പോഴും എല്ലാം ഭഗവാന്റെ മാത്രമാണ്, ഞാൻ കൂടി ഭഗവാന്റെയാണ്. ആ ഒരു ചിന്ത നമുക്കുണ്ടാവണം. ഭാഗവതം പറയാം, ആ വിഷ്ണുഭക്തിയുടെ മഹിമ ലോകത്തിന് കാണിച്ചു കൊടുക്കണമെന്ന് തോന്നി മഹാദേവനല്ലേ ആ കൃപ തോന്നാം. ഭാഗവതം പാടുന്നത് മഹാദേവനല്ലേ ശ്രീശുഖനായിട്ട്. ഗുരുവായൂരപ്പൻ്റെ കഥ പാടാൻ മഹാദേവനല്ലാതെ കണ്ട് വേറെ ആർക്കാൻ സാധിക്കാം? വൈഷ്ണവാനാം അഹം ശംഭുവാണ്. അതുകൊണ്ട് തന്നെ മഹാദേവൻ്റെ അംശമായിരിക്കുന്ന ദുർവാസാവ് ഓടി വന്നു. ഈ കാഴ്ച ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ? എല്ലാം നേടുമ്പോഴും ഒന്നിനും അധികാരിയല്ലാതെ കണ്ടിരിക്കാം, ഒന്നും എൻ്റേതല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കാം. നമ്മളെ കൊണ്ട് സാധിക്കുമോ? നമുക്ക് ആകെ അല്പമുള്ളൂ. അത് വെച്ചിട്ട് നമ്മൾ എത്രയാ അഹങ്കരിക്കുന്നത്? അല്പം പോലും അഹങ്കാരമില്ലാതെ കണ്ട് എല്ലാം നേടുമ്പോഴും ഗുരുവായൂരപ്പ എല്ലാം നിൻ്റെ മാത്രം, നീ മാത്രം സകലതും, എൻ്റെ എന്ന് പറയാൻ ഒന്നുമില്ല കണ്ണാ എന്ന് പറയുന്ന ഒരു മനസ്സിനെ, അതാണ് വിഷ്ണുഭക്തിയുടെ മഹിമ. അവിടെയാണ് ഭഗവാന്റെ സുദർശനം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും, അല്ലേ? എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. സുദർശനം, കണ്ണൻ്റെ കടാക്ഷം, അതിനെ സുദർശനം എന്ന് പറയാം. അത് നമ്മുടെ കൂടെ ഉണ്ടാവണമെങ്കിൽ ഈ പരിപൂർണമായിരിക്കുന്ന സമർപ്പണം നമുക്കുണ്ടാവണം എന്ന് പറയാം. നാരായണായേതി സമർപ്പയാം. എല്ലാം നമുക്ക് സമർപ്പിക്കാൻ സാധിച്ചാൽ കണ്ണനുണ്ടാവും നമ്മുടെ കൂടെ. സുഖത്തിലും ദുഃഖത്തിലും ഏത് സമയത്തും കണ്ണീരൊപ്പം നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് കാണിച്ചു തരാം. ഇത് നമുക്ക് സാധിച്ചാൽ മാത്രം മതി. ഇവിടെ അദ്ദേഹം അനുഷ്ഠിക്കുന്നതായിരിക്കുന്ന ഏകാദശി വ്രതം, അതിൻ്റെ ദ്വാദശി വ്രതം, ആ പാരണ വീടേണ്ട സമയത്ത് ദുർവാസാവ് ശിഷ്യഗണങ്ങളോട് കൂടി വന്നു. എന്നാൽ സ്നാനം ചെയ്തിട്ട് വരൂ. അദ്ദേഹത്തിനെ കാളിന്തിയിലേക്ക് പറഞ്ഞയച്ചു. അദ്ദേഹം കാളിന്തിയിൽ മുങ്ങിക്കിടന്നു. എങ്ങനെയാണോ ഭഗവാന്റെ കൃപാവർഷം തൻ്റെ ഭക്തനിൽ ചൊരിയണത് എന്ന് അറിയണ്ടേ? ദുർവാസാവിനും അറിയാൻ മോഹം ഉണ്ടാവും, അല്ലേ? ഗുരുവായൂരപ്പൻ എത്രയാണ് തൻ്റെ ഭക്തനെ അനുഗ്രഹിക്കുക, അതറിയാനുള്ള മോഹമായിരിക്കും അദ്ദേഹത്തിനും. അതുകൊണ്ട് അദ്ദേഹം കാളിന്തിയിൽ മുങ്ങിക്കിടന്നപ്പോൾ പാരണ വീടേണ്ട മുഹൂർത്തം തെറ്റെന്ന് കണ്ടപ്പോൾ യജുർവേദത്തിലൊക്കെ അതിന് പരിഹാരമുണ്ട്. ഒരു തുള്ളി തുളസി തീർത്ഥം സേവിച്ചാൽ മതി. എല്ലാ സജ്ജനങ്ങളുടെയും വാക്ക് കേട്ട് ഒരു തുള്ളി തീർത്ഥം സേവിച്ചു. അതറിഞ്ഞതായിരിക്കുന്ന ദുർവാസാവ് അവിടുന്ന് എഴുന്നേറ്റ് വന്നിട്ട് തൻ്റെ ജടാമുടിയുടെ 2 രോമം നിലത്തടിച്ചപ്പോഴേക്കും അതിഭയങ്കരമായിരിക്കുന്ന ഒരു കൃത്രിയെ സൃഷ്ടിച്ചു വിട്ടു. ഉച്ചൂട് നശിപ്പിക്കാനോ വിട്ടതെങ്കിലും കൃത്രിയ വായു പൊളിച്ചിങ്ങനെ വരുമ്പോൾ ഭഗവാന്റെ സുദർശനമല്ലേ ഉള്ളത്. തൻ്റെ ഭക്തനെ അനുഗ്രഹിക്കാൻ ഭഗവാന്റെ കടാക്ഷമുണ്ടെങ്കിൽ ഇതിലും വലിയതായിട്ടുള്ള എന്ത് ചരടാ നമുക്ക് കെട്ടേണ്ടത്, ഏത് തകിട നമുക്ക് ജപിച്ച് കെട്ടേണ്ടതെന്ന് ഭഗവാൻ ചോദിക്കാം. ഇവിടെ അതൊന്നും ചെയ്തിട്ടില്ല. നാരായണനാമം മാത്രമേ ജപിച്ചിട്ടുള്ളൂ. അദ്ദേഹം തപസ് ചെയ്തിട്ടില്ല, മറ്റൊന്നും ചെയ്തിട്ടില്ല. കണ്ണനെ സദാ ജപിക്കണു. നാമം ജപിച്ച് ഗുരുവായൂരപ്പനെ സ്വന്തമാക്കി മാറ്റി. ഇപ്പം ഭഗവാന്റെ കരുണാകടാക്ഷത്തിലായിട്ട് മാറിക്കഴിഞ്ഞിരിക്കണു. അവിടുത്തെ കാരുണ്യമാകുന്ന കൊടക്കീഴിലാക്കി മാറ്റി അന്തരീക്ഷനെ. പിന്നെ പറയാനുണ്ടോ? എന്ത് സാധനം വന്നോട്ടെ അതിനെല്ലാം നിമിഷ നേരം കൊണ്ട് നശിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, ആ ദുർവാസാവിനെ കൊണ്ട് ഓടിച്ചു എന്നാണ്. ഓടിച്ച് അദ്ദേഹം ബ്രഹ്മലോകത്തും കൈലാസത്തിലും അവസാനം വൈകുണ്ഠത്തിലും എത്തി. അച്യുത അനന്ത സദീപ്തിത പ്രഭോ കൃതാകസം മാവഹി വിശ്വഭാവന. ഓടി വന്ന് വീണു വൈകുണ്ഠത്തിൽ. സർവേശ്വര അവിടുന്ന് അനുഗ്രഹിക്കണേ. ഭഗവാൻ പറഞ്ഞു, എന്തിനപ്പം ഇങ്ങോട്ട് വന്നത്? അഹം ഭക്തപരാധീനാക്ഷ്യ സ്വതന്ത്രൈവദ്വിജ. അങ്ങേക്ക് അറിയില്ലേ, നല്ല ജ്ഞാനം, തപസ്, വിദ്യ എല്ലാം ഉണ്ടല്ലോ അങ്ങേക്ക്. അങ്ങേക്ക് അറിയാത്തതായിട്ട് എന്തേ ഉള്ളത്? എന്തിനപ്പം ഇങ്ങോട്ട് വന്നത്? ഞാൻ ഭക്തന്മാരുടെ ഹൃദയത്തിലാണ് എൻ്റെ സ്ഥാനം. അനുഭജാമ്യഹം നിത്യം പൂയയേത്യഘിരേണുഭി. ഇനി ഏകാദശത്തിൽ കാണാം. എല്ലാം വിട്ട് ആരാണോ എൻ്റെ പാദങ്ങളെ ആശ്രയിക്കുന്നത് അവരുടെ പിന്നാലെ, അവരുടെ കാൽപ്പൊടികളെയൊക്കെ ഞാൻ അവരുടെ പിന്നാലെ നടക്കും. ഉദ്ധവ, ഭഗവാൻ ഉദ്ധവനോട് പറഞ്ഞു, ഈ കാരുണ്യം ഗുരുവായൂരപ്പനല്ലാതെ കണ്ട് വേറെ ഏത് ഭാവത്തിനാണ് ഉള്ളത്? അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞു,
ഭക്തന്മാരുടെ ഹൃദയത്തിൽ എന്നെ ബന്ധിച്ചിട്ടിരിക്കണു. ദുർവാസാവേ, എനിക്കറിയില്ലേ, ഇനി ഭക്തന്മാർ തീരുമാനിക്കണം ഞാനൊന്ന് പുറത്ത് കിടക്കണമെങ്കിൽ. അവരൊട്ട് വിടേയില്ല. പിന്നെ ഇപ്പം ഞാൻ എന്താ ചെയ്യാം? അതുകൊണ്ട് വേഗം പൊക്കോളൂ കേട്ടോ, ഇവിടെ നിന്ന് ബുദ്ധിമുട്ടിക്കണ്ട എന്നെ, ഞാൻ ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കട്ടെ, പൊക്കോളൂ നേരെ അംബരീഷൻ്റെ പാദങ്ങളെ. ഓടി വന്നു ഇവിടെ. ഭഗവാൻ കൈ വിട്ടാൽ പിന്നെ ആരോടാ പറയാനുള്ളത്? ഓടിത്താ ഇവിടെ വരുമ്പോഴേക്കും 1 വർഷമായി. അത്രയും ദിവസം നിൽക്കുന്നിടത്ത് നിന്ന് അനങ്ങാതെ കണ്ട് ഉണ്ണീര് പോലും വഹക്കാതെ കണ്ട് ഭഗവത് സ്മൃതിയോടുകൂടി നിൽക്കുന്ന അംബരീഷൻ്റെ പാദങ്ങൾ വീണങ്ങോട്ട് നമസ്കരിച്ചു. അംബരീഷ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് വീഴുമ്പോൾ അംബരീഷൻ അപ്പോഴാണ് കണ്ണു തുറക്കണത്. ഒന്നങ്ങോട്ട് മാറി. അപ്പം എന്താ, ആയിരക്കണക്കിന് സൂര്യനെ പോലെ ജ്വലിച്ചു നിൽക്കുന്ന ആ സുദർശന മുഖത്തെ അങ്ങോട്ട് കണ്ടപ്പോൾ, സുദർശന നമസ്തുഭ്യം സഹസ്രാര അച്യുതപ്രിയ സർവാസ്ത്രഘാതിൻ വിഭ്രായ സ്വസ്തിഭൂയ ഇടസ്പതേ. വീണ്ടും നമസ്കരിച്ചു. അടിയങ്ങൾ എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം എന്താ ആ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഈ മഹാത്മാവിനെ അനുഗ്രഹിക്കണേ, ഈ വിപ്രനെ അനുഗ്രഹിക്കണേ നാഥ, മറ്റൊന്നും വേണ്ട എന്ന് പറഞ്ഞ് കണ്ണീരൊഴുക്കിക്കൊണ്ട് ആ സുദർശനമൂർത്തിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ഇതങ്ങനെ കണ്ടോടുകൂടി എത്രയായി സന്തോഷം എന്ന് കണക്കില്ല. കണ്ടു ഞാൻ അഹോ അനന്തദാസാന മഹത്വം ദൃഷ്ട്യമധ്യമേ. കണ്ടു ഞാൻ വിഷ്ണുഭക്തിയുടെ മഹിമ. തന്നെ ദ്രോഹിക്കുന്നവർക്ക് കൂടി നന്മ വരണേ എന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സ്. അതാ ഭാഗവതം വായിച്ചാൽ കിട്ടണത്, അതാ ഗുരുവായൂരപ്പനെ ഭജിച്ചാൽ കിട്ടണത്. അത് മറ്റാരും ഭജിച്ചാലും കിട്ടില്ല നമുക്ക്. എന്തുകൊണ്ടാണ് ഗുരുവായൂരപ്പനെ ഭക്തന്മാർ കൂടി വരണമെന്നറിയോ? ഈ ഒരു മനസ്സിൽ നമുക്കുണ്ടാവണം. എന്നെ ദ്രോഹിക്കുന്നവരേ ഉള്ളൂ എന്ന് ഈ ലോകത്ത് മുഴുവനും. ഏത് തരത്തിലൊക്കെ നമ്മളെ വിഷമിപ്പിക്കാം അത് നോക്കി നടക്കുക. എല്ലാവരും ഓരോരുത്തർ നടക്കുമ്പോഴും ഭഗവാനുണ്ട് നമുക്ക് കൂട്ടിന്. ഏത് സമയത്തും ഗുരുവായൂരപ്പൻ ഒരു കവചമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പാത് സർവേ സ്വരൂപയെന്ന സദാ സർവത്ര സർവത. സദാസമയത്ത് നമ്മളെ രക്ഷിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ട് നാരായണ കവചം. അത് കാണിച്ചു തരാം. ആ ദുർവാസാവ് ലോകം മുഴുവൻ പാടി നടന്നു. കണ്ടു ഞാൻ വിഷ്ണുഭക്തിയുടെ മഹിമ. ഭഗവാനെ ഭജിക്കുന്നവർക്ക് ഭഗവാൻ എത്രമാത്രം കാരുണ്യ ചൊരിഞ്ഞ് നിൽക്കുന്നത്. ഒരാൾക്ക് പോലും ആ ഭക്തനെ തൊടാൻ പറ്റില്ല. തൊടുന്നവൻ നശിക്കും. ഏതൊരു ഭാവത്തിൽ കൂടിയാണോ ആ ഭക്തനെ ഉപദ്രവിക്കാൻ ചെല്ലണത്, ആ ശത്രുസംഹാരം ഭഗവാൻ നടത്തിയിട്ടുണ്ടാവും. ഭഗവാന്റെ കരുണാകടാക്ഷം അതിന് പാത്രമാണ്. അപ്പം നമുക്കൊക്കെ എന്താ വേണ്ടതെന്നറിയോ? ഇത് മാത്രം മതി പോരെ. നമുക്ക് തപസ് ചെയ്യാൻ വയ്യ, നമ്മളെ കൊണ്ട് പൂജ കഴിക്കാൻ വയ്യ, നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. നമുക്ക് എന്ത് സാധിക്കും? ഹരേ നാരായണ 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 ഹരേ നാരായണ. ഈ നാവിനെ കൊണ്ട് ഹരേ നാരായണ എന്ന് ജപിച്ചാൽ ഭഗവാൻ ഉണ്ടാവും ഏത് കൂരിട്ടത്തും. എത്ര ദുഃഖം അനുഭവിക്കുമ്പോഴും നമ്മുടെ കണ്ണീര് തുടയ്ക്കാൻ, എല്ലാ മോഹങ്ങളും പറയാൻ. ഗുരുവായൂരോ മനക്കണ്ണ നിന്നോടല്ലാതാരോടു പറയുമെൻ മോഹം, ആരോടു പറയുമെൻ മോഹം. ആരോ മലോ മനക്കണ്ണ നിന്നോടല്ലാതാരോടു പറയുമെൻ മോഹം, ആരോടും പറയുമെൻ മോഹം. എല്ലാ മോഹങ്ങളും പറയാൻ, എല്ലാ സങ്കടങ്ങളും പറയാൻ, എല്ലാ പരാതികളും പറയാൻ, സന്തോഷം പങ്കുവയ്ക്കാൻ, ദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ. ഈ ശ്രീലകത്ത് മിന്നുന്ന പൊന്നുണ്ണിക്കണ്ണനെ പോലെ മറ്റാരോടും പറ്റില്ല ഇങ്ങനെ ഒന്നും. ഇതേപോലെ ചേർത്ത് നിർത്താൻ, ആ കാലിലിങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ. ഇതൊക്കെ സാധിക്കുന്നത് ഗുരുവായൂരപ്പനെ മാത്രമേ ഉള്ളൂ. മറ്റൊരു ശക്തി ഈ ലോകത്തിലില്ല എന്ന ഭാഗവതം നമ്മളോട് പറയുന്നു. നമ്മളിവിടെ ഇരിക്കുന്നവരെല്ലാവരും ദുഃഖത്തിൽപ്പെട്ടവരാണ്. ആരെങ്കിലും ആനന്ദം അനുഭവിക്കേണ്ടതെന്ന് വെറുതെ പറയേണ്ടതാണ്. നമ്മൾ സുഖാണെന്നൊക്കെ പറയുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എത്രയോ തേങ്ങലുമായിട്ട് നടക്കുന്നവരാണ് കൊച്ചു കുട്ടികൾ പോലും. അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ കഥ പറയാനുണ്ടോ? ആ ദുഃഖത്തിൽ നിന്ന് നമ്മളെ കരകയറ്റാൻ, നമ്മുടെ കണ്ണീര് തുടയ്ക്കാൻ ഉണ്ടട്ടോ ഞാനിവിടെ ഹൈറ്റ് എന്ന് പറയാൻ ഒരാൾ. അത് ഗുരുവായൂരപ്പനേ ഉള്ളൂ എന്ന് ഭാഗവതം കാണിച്ചു തരുന്നു. ആ അംബരീഷൻ്റെ വംശത്തിലാണ് യുവനാശൻ. യുവനാശൻ്റെ പുത്രനായിട്ടാണ് മാന്ധാതാവ്. അദ്ദേഹമാണ്
അനവധി ദേവീക്ഷേത്രങ്ങൾ ഭാരതഭൂമിയിൽ ഉണ്ടാക്കിയത് അദ്ദേഹം ദേവീഭക്തനാണെന്ന് പറയണു. ദേവി ഭാഗവതത്തിലൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആ വംശത്തിലാണ് സൗഭരി. അദ്ദേഹം മുചുകുന്ദൻ്റെ 50 സഹോദരിമാരെ വിവാഹം കഴിച്ചു. അതിലെ മക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി, എന്തിനാ ഈ ലൗകിക സുഖങ്ങളുടെ പിന്നാലെ പോണത്? ഗുരുവായൂരപ്പനെ ഭജിക്കുന്ന സുഖം ഈ ലൗകികതയിൽ നിന്ന് കിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം അതിനെല്ലാം വേണ്ട സമയത്ത് എല്ലാം ഉപേക്ഷിച്ചു. പക്ഷെ ഭാര്യമാർ 50 പേരും പറഞ്ഞു, അങ്ങയോടൊപ്പം കുറച്ച് നാളെ കൂടുകയുള്ളെങ്കിലും ഇനി മറ്റൊരാനന്ദം എനിക്ക് കിട്ടാനില്ല. അതുകൊണ്ട് ഞങ്ങളെല്ലാം അങ്ങയുടെ കൂടെ പോരുകയാണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആ കാളിന്തിയിൽ ചാടി വെള്ളത്തിൽ നിന്നുകൊണ്ട് എത്രയോ കാലം തപം ചെയ്ത് ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തി. പിന്നീട് ആ വംശത്തിലാണ് പുരുപുത്സ വംശം. അതിൽ അരുണൻ്റെ പുത്രനായിരിക്കുന്ന ത്രിബന്ധനൻ്റെ പുത്രനായിട്ട് ത്രിശങ്കുവിൻ്റെ പുത്രൻ ഹരിചന്ദ്രൻ. പിന്നീട് ആ വംശത്തിലാണ് രോഹിതൻ്റെ വംശത്തിൽ ബാഹുകൻ. അതിൽ സകലമുള്ള രാജാക്കന്മാരുടെ കഥകളൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് രാമായണത്തിലേക്ക് വരുന്നത്. ആ വംശത്തിനെ ഇങ്ങനെ വർണ്ണിച്ച് വരുമ്പോഴാണ്, ആ ഖട്വാങ്കൻ്റെ വംശം വർണ്ണിക്കുമ്പോഴാണ് അതിൽ ദശരഥപുത്രനായിട്ട് രാമലക്ഷ്മണ ഭരത ശത്രുഘ്ന ഇതി സംജ്ഞയ. ഒരേ ഒരു ഭഗവാൻ 4 രൂപത്തിൽ വന്നു. ഏതാണ് 4 രൂപം? ചതുർമൂർത്തി, ചതുർബാഹു, ചതുർവ്യൂഹ, ചതുർഗതി, ചതുരാത്മാ, ചതുർഭാവ, ചതുർവേദ വിതേകപാൽ. രാവിലെ ചൊല്ലാറില്ലേ നമ്മൾ, അല്ലേ? അതിൽ എഴുതി വെച്ചിട്ടുണ്ട് 4 ഭാവം. ദേത ഈ ഭാവം 4 നമ്മുടെ മനസ്സിൻ്റെ 4 ഭാവം. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. മനസ്സിന് 4 ഭാവങ്ങളാണ്. അന്ധക്കരണം എന്ന് പേര് പറയും. ആ അന്ധക്കരണത്തിൻ്റെ 4 മൂർത്തികളാണ് ശ്രീരാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്നന്മാർ. അപ്പോൾ അവരെവിടെ ഇരിക്കണം? നമ്മുടെ ഉള്ളിലിരിക്കണം, അല്ലേ? അതിനെ കാണാനാണ് നമ്മൾ കർക്കിടക മാസമായ ഓടി പോണത്. അവിടെ ഇന്ന് ശ്രീരാമൻ തലയിൽ കൈ വെക്കണം. എന്തിനാ എൻ്റെ പിന്നാലെ വരുന്നത്? നിൻ്റെ ഉള്ളിലേ ഉണ്ട്. നീ രാമരാമ ഒന്ന് ജപിച്ചു നോക്കൂ, നിനക്ക് കാണാൻ എന്നെ. ലക്ഷ്മണൻ പറഞ്ഞു, എന്തിനാ എൻ്റെ അടുത്ത് വരുന്നത്? പരമപ്രേമമാണ് ലക്ഷ്മണൻ എന്ന് പറഞ്ഞാൽ തന്നെ. പരാർത്ഥമായിട്ടുള്ള സ്നേഹം, നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹം, അത് പഠിക്കണോ? എന്നെ ഭജിച്ചോളൂ, നിൻ്റെ ഉള്ളിലുണ്ടല്ലോ നിസ്വാർത്ഥമായിരിക്കുന്ന സ്നേഹം. നീ അതിനെ കാപഠ്യമാക്കുകയല്ലേ ചെയ്യുന്നത്? ഉള്ളിലേക്ക് നോക്കൂ, കാണാൻ നിനക്ക് എന്നെ. ഭരതനും പറയണു, ആ സ്നേഹത്തിനെ ഉള്ളിലുണ്ടല്ലോ. എല്ലാം ഹനുമാനെ കാണണം, സീതയെ കാണണം. എത്ര കഥാപാത്രങ്ങളെ രാമായണത്തിൽ കൂടി അങ്ങനെ പോയാൽ ആയിരക്കണക്കിന് കഥാപാത്രങ്ങളെ വാൽമീകി മഹർഷി എടുത്തച്ഛൻ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നുകൊണ്ട് പറയാം, ഇതാവണം. ഓരോരുത്തരും നമ്മുടെ മുമ്പിൽ കാണിക്കുക. ആരാണ് ഏറ്റവും കൂടുതൽ മെച്ചം എന്ന് ചോദിച്ചാൽ നമുക്കൊരാളെ പറയാൻ പറ്റില്ല. ഒന്നിനൊന്ന് മെച്ചമാണ് എല്ലാവരും. ചിലവരെയൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ദോഷം കൊണ്ട് നമ്മൾ പറയും, കൈകേയോ, അയ്യേ പൊട്ട, മന്ധരയോ, അതിൻ്റെ കാര്യം പറയാണ്ടിരിക്കുക ഭേദം. താടകയോ, ഇങ്ങനെയൊക്കെ വിളിക്കാം നമ്മൾ ഓരോരുത്തരെ. താടക, ശൂർപ്പണക എന്നൊക്കെ വിളിക്കും. അവർ ചെയ്ത പുണ്യം നമ്മൾ ചെയ്തിട്ടുണ്ടോ? ശ്രീരാമചന്ദ്രനെ കൺകുളൊക്കെ കണ്ടു താടക. ഭഗവാന്റെ അമ്പേറ്റ് മരിക്കുമ്പോഴും ആ താടകം മരിച്ചു എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ആ താടകം ഒരിക്കലും മരിക്കില്ല. അത് സ്നേഹമാണ്, അത് കാമമാണ്, അത് ആഗ്രഹമാണ്. അതിതാ രാമായണം മുഴുവൻ നിറഞ്ഞു നിൽക്കണു. രാവണൻ വരെ എത്തി നിൽക്കണു ആ കാമമാകുന്ന താടകം. ശൂർപ്പണയെ പോലെ നല്ലൊരു കഥാപാത്രം വേറെ എവിടെ കാണാൻ സാധിക്കും? ശൂർപ്പണയ്ക്ക് ജനസ്ഥാനത്ത് അങ്ങനെ എത്രയോ ദ്രോഹം ചെയ്ത് നടന്നു. അവൾ കണ്ടില്ല രാമനെ ഇന്നേ വരെ. ഇത്രയും നല്ലൊരു സൗന്ദര്യധാമത്തിനെ കണ്ടില്ല അവൾ. പക്ഷെ ഒരിക്കൽ കണ്ടെത്തി തൻ്റെ ശ്രീരാമനെ. കണ്ട നിമിഷം തന്നെ അവൾക്ക് തോന്നി, ഇനി എന്തിനാണ് മറ്റൊന്ന് കാണുന്നത്? എൻ്റെ ശ്രീരാമചന്ദ്ര, ഇതിൻ്റെ വഴക്ക് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? നീ മാത്രം മതി എന്നവൾ അന്ന് തീരുമാനിച്ചു. ആ ശ്രീരാമനെ സ്വന്തമാക്കാൻ ഈ രാക്ഷസിയുടെ ഭാവം പോരാന്ന് തോന്നി അവൾ അത് മാറ്റി നല്ല സുന്ദരിയായിട്ട് വന്നു. രാമ, നിന്നെ എവിടെ വേണമെങ്കിലും ഞാൻ കൊണ്ടുപോകാം, എൻ്റെ ആയി മാറുമെന്ന്. എനിക്കൊരു സന്തോഷമാണെന്നറിയാം. എനിക്കൊരു വാൽമീകി സത്രത്തിന് 2 മണിക്കൂർ ഇതായിരുന്നു വിഷയം. ആരാന്നറിയോ? ഈ ശൂർപ്പണക. എനിക്ക് ആദ്യം സംശയം തോന്നി, എന്തെങ്കിലും ഇപ്പോൾ ശൂർപ്പണയെ കുറിച്ചൊക്കെ 2 മണിക്കൂർ പറയാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിനടുത്തടുത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത്, ഇത്രയും നല്ലൊരു കഥാപാത്രം വേറെ ഉണ്ടാവും. ശ്രീരാമനെ അത്രയധികം സ്നേഹിച്ചു, അത്രയധികം ശ്രീരാമനെ സ്വന്തമാക്കാൻ മോഹിച്ചു. രാമായണം വായിക്കണം, നമുക്ക് മോഹം തോന്നിയോ ശ്രീരാമനെ സ്വന്തമാക്കാൻ? ഇപ്പം നമ്മളാണോ ഭക്തന്മാർ? അല്ല, അല്ലേ? ആ ശൂർപ്പണകയാണെങ്കിലും അവൾ മോഹിച്ചു, ശ്രീരാമചന്ദ്ര നിന്നെ കൊണ്ടുപോയിക്കോളാം, നിന്നെ കിട്ടാൻ തടസ്സമായി നിൽക്കുന്ന ഈ ലക്ഷ്മണനെയും സീതയും ഞാൻ വിഴുങ്ങിക്കോളാം.
എന്നാലും എൻ്റെ ശ്രീരാമചന്ദ്രൻ മതി. ഭഗവാൻ പറഞ്ഞു, നിൻ്റെ ഈ ദേഹാഭിമാനം കളയൂ. എത്രമാത്രം നീ ശരീരത്തിൽ രമിക്കണോ അത്രയും രാമനെ കിട്ടില്ല. എപ്പോൾ ശരീരബോധം ഇല്ലാണ്ടാണോ അപ്പം രാമനെ കിട്ടും. പോരെ? അതിനുവേണ്ടി ഭഗവാൻ എന്ത് ചെയ്തു? അവളെ വിരൂപിയാക്കി വിട്ടു. നീ ശരീരത്തിൽ നീ മോഹിക്കാണ്ടിരിക്കൂ, അപ്പം നിനക്ക് എന്നെ കിട്ടും. അവൾക്ക് ഇതാ വന്നു, ഇതാ ഇനി നമുക്ക് നാളെ കാണാം. ധ്രുവക്ഷയായിട്ട് അവൾ വന്നു. ശരീരത്തിന് 3 വളവ് ഭഗവാൻ അവളെ സുന്ദരിയാക്കി. അന്ന് നീ സുന്ദരിയായിട്ടല്ല എൻ്റെ മുമ്പിൽ വന്നത്, ഇന്ന് നീ സുന്ദരിയായിട്ട് വന്നോളൂ. ദേഹാഭിമാനം പരിപൂർണമായിട്ട് വിട്ടപ്പോൾ അവളെ പൂജയായിട്ട് വന്നെങ്കിൽ അവളെ അനുഗ്രഹിക്കുന്നതായിരിക്കണം. രാമായണം നമുക്ക് കാണിച്ചു തരാം. ആരാ മോശം? കൈകേയി സ്നേഹിച്ചതുപോലെ കൗസല്യ സ്നേഹിച്ചിട്ടില്ല രാമനെ. രാമായണം വായിച്ച് നോക്കണം നമ്മൾ, അപ്പോഴേ അറിയുള്ളൂ. ഉള്ളിലേക്ക് പോയി നോക്കണം. ആ കഥാപാത്രത്തിനെ ശരിക്കും പഠിക്കുമ്പോഴാണ് നമ്മൾ അതറിയാം എത്രമാത്രം രാമനെ സ്നേഹിച്ചു. എന്തിനാ രാമനെ കാട്ടിലേക്ക് വിട്ടത്? വെറുതെ ഒന്നല്ല. ആ ദശരഥൻ്റെ സിംഹാസനത്തിൽ ആര് കയറിയിരിക്കണോ അവർ അൽപായുസായിട്ട് പോകും. അങ്ങനെ ഒരു ദോഷം അത് കൈകേയിക്ക് മാത്രമേ അറിയുള്ളൂ. എൻ്റെ ശ്രീരാമചന്ദ്രൻ അതും ഇരുന്ന് അൽപായുസായിട്ട് പോകാൻ എങ്ങനെയാണ് അമ്മയ്ക്ക് സഹിക്കുമോ? അമ്മ പറഞ്ഞു 14 വർഷം കാട്ടിലേക്ക് പോട്ടെ. എന്നാൽ പിന്നെ എന്തിനാ ഭരതനെ രാജാവാക്കണത്? ഭരതൻ ഇരിക്കില്ല അച്ഛൻ ഇരിക്കേണ്ടുന്ന കസേരയിൽ, ഏട്ടനിരിക്കുന്ന കസേരയിൽ അനുജൻ ഇരിക്കില്ല എന്ന്. ആ മകനെ ഇത്രയധികം അറിയുന്ന ഒരമ്മയ്ക്കല്ലേ പറ്റുള്ളൂ. അമ്മയ്ക്ക് അറിയുള്ളൂ ഭരതൻ ഇരിക്കില്ല എന്ന് ഉറപ്പുണ്ട്. അത് നന്നായിട്ട് അറിഞ്ഞുകൊണ്ടാണ് ഭരതനെ രാജാവാക്കണമെന്ന് മോഹിച്ചത്. ഭരതൻ വരില്ല അങ്ങനെ. ഏട്ടൻ്റെ പാദങ്ങൾ വിട്ടിട്ട് ആ ഭരതന് മറ്റൊരു ജീവിതമില്ല. ആ പാദങ്ങൾ വെച്ച് അദ്ദേഹം നന്ദിഗ്രാമത്തിൽ പൂജിച്ചില്ലേ? എത്ര ശ്രേഷ്ഠമാണെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ ആ കൈകേയി. എന്നാൽ പിന്നെ എന്തിനാ ഈ വരമൊക്കെ വാങ്ങിച്ച് ദശരഥനെ ഇത്ര ദുഃഖിപ്പിച്ചത്? ദശരഥന് കൈകേയിയോടായിരുന്നു ഇഷ്ടം. കാരണം എന്താ? സൗന്ദര്യം കൊണ്ട്, ധനം കൊണ്ട്, മറ്റ് ബലങ്ങളെ കൊണ്ടൊക്കെ എല്ലാം കൊണ്ടും തന്നെ കീഴടക്കി, തൻ്റെ മനസ്സിനെ കീഴടക്കിയവളാണ് കൈകേയി എന്ന് മനസ്സിലാക്കി കൈകേയി കൈകേയി എന്ന് പറഞ്ഞ് കൈകേയിയുടെ കൊട്ടാരത്തിൽ താമസാക്കിയപ്പോൾ കൈകേയിക്ക് മനസ്സിലാക്കി എൻ്റെ ഭർത്താവിന് ഒരു ശാപം വന്ന് കിടക്കേണ്ട, പുത്രദുഃഖം കൊണ്ട് മരിക്കും. കൈകേയി എന്ന് വിളിച്ച് കരയാൻ ഇട വന്നാൽ തൻ്റെ ഭർത്താവിന് ഒരു ഗതിയും കിട്ടില്ല. ഈ ജന്മത്തിലുമില്ല, അടുത്ത ജന്മത്തിലുമില്ല, ഇഹത്തിലും പരത്തിലും ഗതി കിട്ടില്ല എന്ന് വിചാരിച്ചു. തൻ്റെ രാമാന്ന് വിളിച്ച് എൻ്റെ ഭർത്താവിന് സൽഗതി ഉണ്ടാവണം, ശ്രീരാമപാദത്തിൽ ചെന്ന് ചേരണം. അതിനെന്തേ മാർഗം? രാമനെ പറഞ്ഞുവിടെ തന്നെ വേണം. എന്തെല്ലാം തരത്തിലാണെന്നറിയോ? ഈ ബുദ്ധിയൊക്കെ പറഞ്ഞു കൊടുത്ത ആളാരാണെന്നറിയോ? അതാണ് മന്ധര. അപ്പോൾ മന്ധര ആരാണ്? ഗുരുഭാവാണ് അവിടെ. ആ മന്ധരയെ നമ്മളെ ഏറ്റവും ദുഷ്ടകഥാപാത്രമായിട്ട് കാണുന്നു. മന്ധര ഇല്ലെങ്കിൽ ഈ കഥയെ ഉണ്ടാവില്ല എന്നാണ് അല്ലേ? അപ്പോൾ ഓരോ കഥാപാത്രത്തിനെയും ഇതേപോലെ പഠിച്ചു നോക്കിക്കോളൂ. അപ്പോഴാണ് നമ്മൾ രസം അറിയാം. എന്ത് രസമായിട്ടാണ് ഹനുമാനെ കണ്ട് പഠിക്കണ്ടേ? ശ്രീരാമചന്ദ്രന് വേണ്ടിയിട്ട് സകലതും ചെയ്യുമ്പോൾ അങ്കുലിയവുമായിട്ട് ലങ്കയിലേക്ക് പോകുന്ന ഹനുമാനെ ആരൊക്കെയാണ് പ്രലോഭിപ്പിച്ചത്? ഇവിടെ വന്നിരിക്കും, മൈനാകവും ഒക്കെ വന്നു ഇവിടെ വരിക്കും, ഇത്തരം വിശ്രമിച്ചിട്ടൊക്കെ പോവാം, ചായയൊക്കെ കുടിച്ചിട്ട് പോവാം. ചവിട്ടി കൊണ്ട് താഴ്ത്തി അതിനേക്ക്. നീയൊന്നും വേണ്ട, എനിക്ക് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള കുതിപ്പ് അത് നമുക്കുണ്ടാവണം ജീവിതത്തിൽ എന്ന് പറയാം. ഹനുമാനെ ഭജിക്കുന്നത് വടമാല ചാർത്താനും വട തിന്നാനും വെറ്റിടമാല ചാർത്താനും വേണ്ടിയിട്ടല്ല. ഹനുമാനെ നമ്മളങ്ങനെ ഒരു വടമുതലാക്കിലേക്ക് മാറ്റി. അതല്ല അതിൻ്റെ ആൾ. നമുക്ക് ജീവിത ലക്ഷ്യം ഉണ്ടാക്കാനാണ്. ആ ലക്ഷ്യത്തിലേക്ക് കുതിക്കുമ്പോൾ എന്തെല്ലാം പ്രതിബന്ധങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോഴും അതിനെയൊക്കെ ചവിട്ടി തെളിച്ചുകൊണ്ട് ലങ്കയിൽ അങ്ങോട്ട് ചെന്നപ്പോൾ ഒരാൾ നെഞ്ചുവിടത്ത് നിൽക്കണു. ലങ്കാലക്ഷ്മി എവിടേക്കാന്ന് ചോദിച്ചു. രണ്ടാമത് ചോദിച്ചൊന്നുമില്ല, പൊട്ടത്താണ് ഒരട്ടി. അതോടുകൂടി ലങ്കാലക്ഷ്മി ഇതാ തലകുത്തി വീണു. നീ ആരാ വരാനായിട്ട്? എൻ്റെ മുമ്പിൽ നീയോ? ഈ ഒരു ഭാവം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. അതിനാ ഹനുമാനെ ഭജിക്കുന്നത്. എന്തിന് ചങ്കൂറ്റം ഉണ്ടാവാൻ അല്ലേ? നമ്മൾ തളർന്നു പോകണം. നമുക്കൊരു വിഷയം അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഞാനിങ്ങനെ ആയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കുമ്പോൾ ഹനുമാനെ ഭജിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഒരു മനസ്സിലാവണം. എന്തിനേയും ചങ്കൂറ്റത്തോടു കൂടി നേരിട്ട് അങ്ങോട്ട് ചെല്ലാൻ നമുക്ക് സാധിക്കണം, തകർത്തെറിയാൻ സാധിക്കണം എല്ലാ തടസ്സങ്ങളും. നമുക്ക് പ്രതിബന്ധങ്ങളെ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ. എപ്പോഴും തടസ്സങ്ങൾ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ വേഗം ഗണപതിയുടെ അടുത്ത് നോക്കി അടുക്കമാല ചാർത്തണോ, ഏത്തേടണോ, തേങ്ങ എടുക്കണോ, എൻ്റെ വിഘ്നം ഒന്ന് തീർത്തു തരുമോ? ഗണപതി പറഞ്ഞു ഞാൻ തന്നെ വിഘ്നത്തിലിരിക്കുക, അപ്പോൾ ഇങ്ങനെയാണ് നിൻ്റെ തീർക്കുക. അതുകൊണ്ട് ഹനുമാനെ ഭജിക്കണം. ഹനുമാനെ ഭജിക്കണതെല്ലാം അതിനു വേണ്ടിയിട്ടാണ്. ഈ ഒരു ലക്ഷ്യബോധം ചെന്നു സൂക്ഷ്മ രൂപത്തിൽ എവിടെ തൻ്റെ സീതാമ്മ
അന്വേഷിച്ച് അവസാനം കണ്ടെത്തിയപ്പോൾ രാമനാമങ്ങൾ ചൊല്ലി 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 തൻ്റെ വരവ് അറിയിച്ചുകൊണ്ട് രാമൻ്റെ മഹിമകൾ പാടി കേൾപ്പിച്ചുകൊണ്ട് ദാ ആ അങ്കുലിയെ കൊടുത്ത് ചൂടാരത്നം തിരിച്ചു വരുമ്പോൾ കൊണ്ടുവരുന്ന സമയത്ത് തൻ്റെ വരവെന്ന് അറിയിച്ച് താൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കണ്ടേ. നമുക്ക് ഓരോരുത്തർക്കും ഇല്ലേ ഓരോ വ്യക്തിത്വം, നമുക്ക് ഓരോരുത്തർക്കും ഇല്ലേ ഓരോ മഹിമകൾ. എൻ്റെ മെടുക്കാണോ അതായിക്കോട്ടെന്നുള്ളത്. അതുപോലെയാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും നോക്കിക്കോളും. ഓരോരുത്തർക്കും ഓരോ കഴിവാണ് അല്ലേ. എന്നെപ്പോലെ മറ്റൊരാളുണ്ടാവില്ല. ഓരോരുത്തർക്കും ഓരോ മഹിമയുണ്ട്. നമ്മളിത് ഒളിഞ്ഞു കിടക്കുന്നതായിരിക്കുന്ന ആ മഹിമയെ നമുക്ക് കണ്ടെത്താൻ സാധിക്കണം. അത് ഹനുമാൻ സ്വാമി കാണിച്ചു തരിക. തൻ്റെ ഊർജ്ജസ്വലത കൊണ്ട് എല്ലാത്തിനെയും കീഴടക്കിക്കൊണ്ട് അദ്ദേഹം തിരിച്ചിവിടെ വരുമ്പോൾ എല്ലാവരും ഓടി വന്നു. എങ്ങനെയുണ്ടായിരുന്നു ഹനുമാനെ യാത്ര? ഒരാളോട് മറുപടി പറഞ്ഞില്ല. കാരണം തന്നെ പറഞ്ഞയച്ച ആളോട് വേണം ആദ്യം മറുപടി പറയേണ്ടത് വേണ്ടേ. അല്ലാണ്ട് ആളുകളോടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് അവസാനം പറഞ്ഞയച്ച ആൾ ഇങ്ങനെ നോക്കിയിരിക്കുക. എപ്പോഴാണ് വരണേവോ ഇങ്ങനെ നോക്കിയിരിക്കാം. പോയിട്ട് ഒരു ഡ്രസ്സും ഇല്ലല്ലോ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. നമ്മൾ പറഞ്ഞു വിടുന്ന ആൾക്കാരൊക്കെ അങ്ങനെ ആ വഴിയെ അങ്ങനെ പോകും. ഇതങ്ങനെയല്ല. ഹനുമാൻ ഓടി വന്നു ശ്രീരാമചന്ദ്രനോട് പറഞ്ഞ എന്താണെന്നറിയോ? സീതയെ കണ്ടു എന്നല്ല പറഞ്ഞത്, കണ്ടു ഞാൻ സീതയെ എന്ന് പറയുമ്പോൾ ആ ശ്രീരാമചന്ദ്രൻ ഹനുമാനെ അലിംഗനം ചെയ്ത് നിൽക്കുന്നൊരു ഭാവം നോക്കിക്കോളും. രാമായണം പഠിക്കണ്ടേ നമുക്ക് അല്ലേ? 3 കുടുംബത്തിനെ കാണിച്ചു തന്നുകൊണ്ട് അയോധ്യ എന്ന യുദ്ധമില്ലാത്തൊരവസ്ഥ അത് മനസ്സിൻ്റെ അവസ്ഥയാണ്. അയോധ്യ എവിടെയാണ്? നമ്മുടെ മനസ്സാണ്. രാമായണം എവിടെയോ നടന്ന കഥയല്ലാട്ടോ, നമ്മുടെ കഥയാണ്. നമ്മൾ ഓരോ വ്യക്തിയുടെയും കഥയാണ്. അങ്ങനെ എടുക്കണം. ഇതിപ്പോൾ നമുക്ക് പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. എന്ത് രസമാണെന്നറിയോ രാമായണം? നമ്മുടെ കഥയാണ്. നമ്മളെങ്ങനെയാവണം? ഓരോ കഥാപാത്രങ്ങളും നമ്മളിലുണ്ട്, നമ്മളിത് ജീവിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ അയോധ്യ പോലെ യുദ്ധമില്ലാത്ത മനസ്സിന് ഉടമകളായി തീരണം നമ്മൾ ഓരോരുത്തരും എന്ന് പറയുന്നു. അത് വരണമെങ്കിൽ എന്ത് വേണം? സ്നേഹമുണ്ടാകണം അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ ആ സ്നേഹമാണ് അഖിലസാരമൂഴി. സ്നേഹം നമുക്കുണ്ടാകാൻ സാധിക്കണം. ഏട്ടനിയന്മാർ തമ്മിൽ എന്തൊരു സ്നേഹമാണ്, എന്ത് ഭക്തിയാണ്, എന്ത് ഗുരു ഉപാസനയാണ് അല്ലേ? എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുമ്പോൾ അയോധ്യയായിട്ട് തീരും. അത് കഴിഞ്ഞിട്ട് ക്യാമറ പതുക്കെ മാറ്റിയാണ് വാൽമീകി കണ്ടോളൂ. മറ്റൊരു കുടുംബത്തിന് കിഷ്കിന്ദ എന്ന മറ്റൊരു കുടുംബം. അവിടെയുണ്ട് 2 ഏട്ടനന്യന്മാർ. അതാരായിരുന്നു? വാലിയും സുഗ്രീവനും. പരസ്പരം പോരടിച്ച് ഏട്ടനെ കൊന്നു രാജ്യം മുഴുവനും പിടിച്ചടക്കി ജീവിക്കുന്ന ആൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു സുഖം ഉണ്ടായിട്ടുണ്ടോ? ആലോചിച്ച് നോക്കിക്കോളൂ അല്ലേ? എപ്പോഴാണ് ആ സുഗ്രീവന് സുഖം ഉണ്ടായത്? സുഗ്രീവമാണ്. നല്ല കഴുത്തൊക്കെയാണ്, നല്ല വാക്കുകളാണ്, ഒക്കെ പറയാനറിയാം. പക്ഷെ ജീവിതത്തിൽ ഒരിക്കൽ പോലും സുഖം ഉണ്ടായിട്ടില്ല. കാരണം എന്താ? സഹോദരനെ എപ്പോൾ കൊല്ലാൻ കൂട്ടുനിന്നോ അന്ന് തീർന്നു അയാളുടെ ആനന്ദമൊക്കെ അല്ലേ? ആ കുടുംബത്തിൽ ഛിദ്രമുണ്ടാക്കിയപ്പോൾ പിന്നെ എങ്ങനെയാണ് മനസ്സിന് സുഖം ഉണ്ടാവുക? അതുകൊണ്ട് സുഗ്രീവൻ്റെ കുടുംബം ആവരുതെന്ന് പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് ക്യാമറ പതുക്കെ മാറ്റിയിട്ട് അവിടെ കൊണ്ടുപോയി ലങ്കയിലേക്ക് കൊണ്ടുവന്നു. അവിടെയുണ്ട് 10 തലയുടെ ബുദ്ധിയുള്ള ഒരു മഹാത്മാവ് രാവണൻ. എന്താ അഴക്! ശ്രീരാമചന്ദ്രൻ കണ്ട അഹോ ആശ്ചര്യം, തൊഴുതു നിന്നു എന്നാണ്. എന്തൊരു ഭംഗിയാണ്, എന്തൊരു തേജസ്സാണ്, എന്തൊരു കഴിവാണ്. നല്ല ജ്യോത്സ്യനാണ് അത്ര അദ്ദേഹം. നല്ല ഉപകരണങ്ങൾ, സംഗീത ഉപകരണങ്ങളെല്ലാം ഭംഗിയായിട്ട് വായിക്കും. തുമ്പുരു ആയിക്കോട്ടെ, വീണയായിക്കോട്ടെ, വയലിനായിക്കോട്ടെ ഭംഗിയായിട്ട് വായിക്കും. മൃദംഗം കൊട്ടണോ, തബല കൊട്ടണോ, എന്ത് വേണം എന്നൊക്കെ മിടുമിടുക്കനാണ്. ഏത് വിദ്യയിലാണ് രാവണൻ? എല്ലാ വിദ്യകളിലും പ്രാവീണ്യം നേടിയിട്ടുള്ള ആളാണ്. പക്ഷേ മനസ്സിനെ ജയിക്കാൻ സാധിച്ചില്ല. മനസ്സിനെ ജയിക്കായി അല്ല കേട്ടോ, അദ്ദേഹത്തിൻ്റെ മോഹം ശ്രീരാമചന്ദ്രനെ കാണാനാണ്. കാരണം എന്താ? കാവൽക്കാരായിട്ട് നിന്ന ആളല്ലേ, ദേവജയന്മാരിൽ ഒരാളല്ലേ ശ്രീരാമചന്ദ്രനാകുന്ന ആ ഭഗവാനെ ശ്രീലകത്ത് മിന്നുന്ന ഗുരുവായൂരപ്പനെ കാണാൻ മോഹിച്ചിരിക്കാം. അപ്പോൾ അതിനെന്തേ മാർഗം? ഒരു മാർഗം മാത്രമേ ഉള്ളൂ, സീതയെ കൊണ്ടുവരാം. സീതയെ കൊണ്ടുവരുമ്പോൾ ശ്രീരാമചന്ദ്രൻ തൻ്റെ മുമ്പിൽ വരും. ശ്രീരാമചന്ദ്രനെ കണ്ടുകൊണ്ട് രാമാന്ന് വിളിച്ച് തൻ്റെ ശരീരം വീഴണം. അത് മാത്രമേ മോഹം ഉണ്ടായുള്ളൂ. അത് ഭഗവാൻ സാധിച്ചു കൊടുത്തു. അതേപോലെയാണോ മറ്റുള്ളവർ? കുംഭകർണനെ നോക്കിക്കോളൂ. ഊണും ഉറക്കവും തന്നെയായിട്ട് തൻ്റെ ജീവിതം നശിപ്പിച്ച് കളയുന്ന മറ്റൊരാളുണ്ട് വിഭീഷണൻ. പരമഭക്തനാണ് അത്ര. ഏട്ടന്മാരെ കാണിച്ചു കൊടുക്കാത്ത അവിടെ ഉണ്ടൊക്കെ ശ്രീരാമചന്ദ്രൻ അങ്ങോട്ട് ഒരെണ്ണം വിട്ടോളൂ എന്ന് പറഞ്ഞ് മാറി നിന്നു. ഭഗവാന്റെ കൂടെ നിന്ന് തൻ്റെ ഏട്ടന്മാരെ, സഹോദരങ്ങളെ കൊല്ലിച്ചുകൊണ്ട് അവസാനം ആ രാജ്യം തന്നെ സ്വന്തമാക്കി മാറ്റി അല്ലേ? ശ്രീരാമചന്ദ്രൻ ഒന്നും സ്വന്തമാക്കിയില്ല എന്നാണ്. അവസാനം ഒരാളുടെയും കൂടെ കഥ പറഞ്ഞിപ്പോൾ നിർത്താട്ടോ നമുക്ക്. അതാണ് മാണ്ഡവി. മാണ്ഡവി ആരാന്നറിയോ? ഭരതൻ്റെ പത്നിയാണ്. ആ മാണ്ഡവിയെ എത്രമാത്രം ഭരതൻ ദ്വേഷിച്ചിട്ടുണ്ട്. എത്ര വഴക്കൊക്കെയാണ് പറയണത്. എൻ്റെ അമ്മയോടെ കൂടെ നിന്ന് എൻ്റെ ഏട്ടനെ കാട്ടിലേക്ക് വിട്ടില്ലേ, എൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണമായില്ലേ, എല്ലാം നീ തന്നെയാണ് എന്നുള്ള മട്ടിൽ അത്രയും വഴക്ക് പറയുമ്പോൾ
ഒരു നിമിഷം പോലും തൻ്റെ ഭർത്താവിൻ്റെ കൂടെ നിൽക്കാൻ പറ്റാതെ കൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ മാണ്ഡവി അവസാനം ഭരതൻ പാതുകങ്ങൾ കൊണ്ടുവന്ന് നന്ദിഗ്രാമത്തിൽ ആശ്രമത്തിൽ സിംഹാസനത്തിൽ എത്തി പൂജിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലാം മറന്ന് തൻ്റെ ശ്രീരാമചന്ദ്രനെ മനസ്സ് വെച്ചുകൊണ്ട് പൂജിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ മാണ്ഡവി എന്താ ചെയ്യാന്നറിയോ? വെളുപ്പാൻ കാലത്തെ മാണ്ഡവി കുറേ ദൂരെയാണ് നിൽക്കുന്നത്. കൊട്ടാരത്തിൽ താമസിച്ചില്ല. 14 വർഷം, 1-2 കൊല്ലമല്ല. തൻ്റെ ഭർത്താവ് അനുഭവിക്കാത്ത സുഖം തനിക്ക് എന്തിന്? അതാണ് ആ ഭർത്താവിനോടുള്ള സ്നേഹം. ഭർത്താവ് എന്ത് ചെയ്യണു? ഏതാനും യവം ഗോമൂത്രത്തിൽ വേവിച്ച് അത് മാത്രം ഒരു നേരം ഭക്ഷിച്ചുകൊണ്ട് തൻ്റെ ഏട്ടന് വേണ്ടി ജീവിതം നയിച്ച ആളല്ലേ ഭരതൻ. ആ ഭരതന് വേണ്ടിയിട്ട് തൻ്റെ പത്നിയും അപ്പം നല്ല ആഹാരം കഴിച്ചുകൊണ്ട് നല്ല കൊട്ടാരത്തിൽ കിടക്കാൻ പറ്റുമോ? അവൾ കിടന്നില്ല എന്നാണ്. അവൾ എന്ത് ചെയ്തു? ഭവാത്തിൽ ദൂരെ ഒരു ആശ്രമത്തിൽ നിന്നുകൊണ്ട് ധാരാളം തലമുടിയുണ്ട്. അത്ര ഇഷ്ടംപോലെ തലമുടിയാണ്. തലമുടി കൊണ്ട് ആശ്രമമൊക്കെ അടിച്ച് വൃത്തിയാക്കും ചുറ്റിനും. അല്ലാണ്ട് ചൂടൊന്നും ഉപയോഗിച്ചില്ല എന്ന് പറയാം. അതുകൊണ്ട് അടിച്ച് വൃത്തിയാക്കി തളിച്ച് പിന്നെ എന്താ പൂജയ്ക്ക് വേണ്ടതൊക്കെ ഒരുക്കി കൊടുക്കും. എല്ലാം ഒരുക്കി വെച്ചിട്ട് അവൾ മാറി നിൽക്കും. അത്ര മാറി നിന്ന് തൻ്റെ ഭർത്താവിനെ നോക്കി നിൽക്കും. ഒരിക്കലും ഭരതൻ ചോദിച്ചിട്ടില്ല ആരാ എൻ്റെ ആശ്രമം വൃത്തിയാക്കുന്നത്, ആരാ എൻ്റെ പൂജയ്ക്ക് വേണ്ടതൊക്കെ ഒരുക്കി വയ്ക്കുന്നത്. ഒരിക്കൽ പോലും ഭരതൻ അന്വേഷിച്ചിട്ടില്ല എന്നാണ്. 14 വർഷം തികയുന്ന ദിവസം പുഷ്പകവിമാനത്തിൽ ശ്രീരാമചന്ദ്രൻ സീതയെ വീണ്ടെടുത്ത് ലക്ഷ്മണനോടും എല്ലാവരോടും കൂടി വന്നിറങ്ങുമ്പോൾ അയോധ്യാവാസികളെല്ലാം കൂട്ടം കൂട്ടമായി വന്ന് ശ്രീരാമചന്ദ്രനെ നമസ്കരിക്കണു, അഭിവാദ്യം ചെയ്യണു. ശ്രീരാമചന്ദ്രനെ സ്വീകരിക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ ആരെയല്ല നോക്കണത്? കണ്ണുകളിങ്ങനെ പായാണ് അവിടെ നിൽക്കുന്ന ആയിരങ്ങളുടെ ഇടയിൽ കൂടി. എവിടെ എൻ്റെ സഹോദരി മാണ്ഡവിയാണ്? ആദ്യത്തെ ചോദ്യം. ആ വെളുത്ത തുണി കൊണ്ട് ശരീരം മൂടിയതായിരിക്കുന്നവൾ ഇതാ മുമ്പിലേക്ക് വന്നു ശ്രീരാമചന്ദ്രനെ നമസ്കരിച്ചു. വേഗം പറഞ്ഞു, ഭരത ഇതാണ് നിൻ്റെ പത്നി, കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഭരതൻ അറിയണത് എൻ്റെ പത്നി ഇപ്പോഴും ഉണ്ടല്ലേ ഇങ്ങനെ. ആ സ്നേഹം എത്രയാണെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇതൊക്കെ രാമായണം നമുക്ക് പറഞ്ഞു തരിക. പക്ഷെ ഇതൊന്നും പഠിക്കാൻ നമുക്ക് സമയമില്ല. നമുക്കിപ്പോൾ നാളമ്പലത്തിൻ്റെ പിന്നാലെ നമ്മൾ ഓരോരുത്തരും എവിടെയൊക്കെ പോയി അപ്പവും വടയും അവിടും തിന്നിങ്ങനെ നടക്കുക. നമ്മൾ മുളക് ബീജി വരാണ്ടൊക്കെ തിന്നിങ്ങനെ നടക്കുക. എന്തിനാ പോകണമെന്ന് നമുക്കറിയില്ല. രാമായണം വായിച്ച് നമുക്ക് അനുഭവിക്കാനുണ്ട് അല്ലേ? ആ അനുഭവം ആനന്ദിച്ചവരാണ് ഇവിടെ ഇരിക്കുന്ന പഴയ ആളുകളെല്ലാം. പഴയ മുത്തശ്ശിമാരോടൊക്കെ ചോദിച്ചറിയല്ലേ, മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു തരും. എത്രയോ ആനന്ദം രാമായണം വായിക്കുമ്പോൾ. രാമരാമാന്ന് ജപിച്ച് ആനന്ദം നേടുന്നതിന് പകരം നമ്മളിപ്പോൾ ആ ശരീരം ക്ഷീണിച്ച് ബുദ്ധിയും കളഞ്ഞ് ഇവിടുന്ന് പോയി അവിടം വരെ എത്തുന്നത് വരെ വണ്ടിയിലിരുന്ന് കുശുമ്പും കുന്നായ്മയും കുണിട്ടും പറഞ്ഞ് ശ്രീരാമനെ കണ്ടിട്ടെന്താ, ലക്ഷ്മണനെ കണ്ടിട്ടെന്താ, തേവരെ കാണാൻ പോകണമെന്നല്ല, നാളെ അമ്പലം തൊഴാൻ പോവുക. അമ്പലമല്ല നമുക്ക് കാണേണ്ടത്, തേവരെ കാണണം. അതെവിടെയുണ്ട്? രാമലക്ഷ്മണ ഭരത ശത്രുഘ്ന ഇത് സംജ്ഞയ നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞു. പിന്നീടാണതാ പരശുരാമനായിട്ട് അവതരിച്ച് കേവലം 14 വർഷം മാത്രം ജീവിച്ചിരുന്നു ആ ഭഗവാൻ. 14 വർഷം കൊണ്ട് തന്നെ ആ ഭൂമിയിലെ ദുഷ്ടശക്തികളെ മുഴുവനും ഇല്ലായ്മ ചെയ്ത് തൻ്റെ വൈഷ്ണവ തേജസ്സിനെ ശ്രീരാമങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ഇന്ന് മഹേന്ദ്ര പർവ്വതത്തിൽ പോയി ചിരഞ്ജീവിയായിട്ടിരിക്കുന്നു എന്നുള്ള പരശുരാമൻ്റെ കഥ പറഞ്ഞു. പിന്നീട് ആ വംശത്തിനെ വർണ്ണിച്ച് വരുമ്പോഴാണ് യയാതി മുതലായിട്ടുള്ള രാജാക്കന്മാർ. യയാതി ആ കാമഭോഗങ്ങൾക്ക് മനസ്സ് അടിമപ്പെടരുത്, വിഷയങ്ങളുടെ പിന്നാലെ മനസ്സ് പോകും തോറും എന്നും ദുഃഖം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആ മനസ്സിനെ നന്മയിലേക്ക് കൊണ്ടുവരൂ, നല്ലത് കാണാൻ ശ്രമിക്കൂ, വേണ്ടാത്തത് കാണരുതേ എന്ന് യാതി നമുക്ക് കാണിച്ചു തരുന്നു. പിന്നീട് ഭരതമുള്ളായിട്ടുള്ളവരുടെ കഥകൾ. അതിലാണ് രന്തിദേവൻ. കാരുണ്യത്തിന് പേര് കേട്ട ആളാണ് രന്തിദേവൻ. തനിക്ക് 48 ദിവസം പട്ടിണി കിടന്നു. അവസാനം കിട്ടിയ ആഹാരം കഴിക്കാനെടുക്കുമ്പോൾ ഒരു ബ്രാഹ്മണൻ ഓടി വന്നു. മഹാരാജാവെ വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ ആഹാരത്തിൻ്റെ ഒരു ഭാഗം ബ്രാഹ്മണന് കൊടുത്തു. അദ്ദേഹം കഴിച്ചു മാറുമ്പോൾ അടുത്തത് കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും അടുത്ത ആൾ വന്നു. ഒരു ചാണ്ടാളൻ ഓടി വന്നു. എനിക്ക് വിശക്കണമെന്ന് പറഞ്ഞു വന്നപ്പോൾ ബാക്കി അദ്ദേഹത്തിന് കൊടുത്തു. ഒരല്പം വെള്ളമുണ്ട്, അത് കുടിക്കാൻ എടുക്കുമ്പോഴാണ് ഒരു നായക്കളുമായിട്ട് വരുന്നത്. എനിക്ക് ദാഹിച്ചിട്ട് വയ്യ മഹാരാജൻ. വേഗം ആ വെള്ളം അവർക്കും കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എന്താണെന്നറിയോ? സർവേശ്വര, എല്ലാവരുടെയും ദുഃഖത്തിനെ എനിക്ക് തന്നാലും അവർക്കെല്ലാം സുഖത്തിനെ നൽകിയാലും ഞാൻ ഒരാൾ ദുഃഖം അനുഭവിച്ചാൽ പോരെ, എല്ലാവർക്കും സുഖത്തിനെ നൽകൂ. എല്ലാവരും എന്തിനാണ് ദുഃഖിക്കണത്? ആ ദുഃഖമൊക്കെ ഇങ്ങോട്ട് തരൂ. ഇങ്ങനെ പറയുന്നൊരു മനസ്സുണ്ടാവുമോ നമുക്ക് എപ്പോഴെങ്കിലും? നമുക്ക് സുഖമാണെന്നല്ലേ നമ്മൾ മോഹിക്കാം. ഭാഗവതം നമ്മളെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകണം. ഇതാണ് ഭാഗവതം പഠിച്ചാൽ നമ്മുടെ മനസ്സിനുണ്ടാവുന്ന ഗുണം.
എനിക്ക് സുഖം ഉണ്ടാവണമെന്നല്ല, സമസ്തലോക സുഖിനോ ഭവന്തു, ആ ഒരു ഭാവം നമുക്കുണ്ടാവുമെന്ന് പറയാം. അതും പറഞ്ഞുകൊണ്ട് പിന്നീട് അനവധി ആ രാജവംശങ്ങളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് 2 ശ്ലോകം കൊണ്ട്, അവസാനത്തെ 2 ശ്ലോകം കൊണ്ട് പറഞ്ഞു, ഭഗവാൻ സാക്ഷാൽ ബ്രഹ്മം ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചുകൊണ്ട് ഭൂമിയുടെ ഭാരം തീർത്ത് അവസാനം ഉദ്ധവന് വേണ്ട ഉപദേശം കൊടുത്തുകൊണ്ട് തൻ്റെ നീളമേഘശ്യാമളമായിരിക്കുന്ന രൂപത്തിനെ ഉപേക്ഷിച്ചു എന്ന് അങ്ങോട്ട് പറയുമ്പോൾ ആ പരീക്ഷിത് മഹാരാജാവിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. ഗുരുനാഥ, ഏതൊരു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണോ ഞാൻ കഴിഞ്ഞുപോയ എനിക്ക് ഇന്നിതാ ജീവനോടുകൂടി ഈ കാളിന്തി ഈ ഗംഗാ തീരത്ത് അങ്ങയുടെ തിരുമുഖത്ത് നിർഗളിക്കുന്ന ഭാഗവതാമൃതം കേൾക്കാൻ സാധിച്ചത്? ഏതൊരു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണോ എൻ്റെ പിതാമഹന്മാരെല്ലാം വലുതായിരിക്കുന്ന കുരുക്ഷേത്ര ഭൂമിയിൽ ജയം നേടിയത്? ആ ശ്രീകൃഷ്ണ കഥകൾ അത് കേൾക്കാനല്ലേ? നൈഷാതി ദുസ്സഹാക്ഷുന്മാം ത്യക്തോതം അഭിവാദസേ പിബന്തന്മുഖാംഭോജത്വന്മുഖാംഭോജാച്യുതം ഹരികഥാമൃതം. അവിടുത്തെ തിരുമുഖത്ത് നിർഗളിക്കുന്ന ആ കഥാമൃത് കേൾക്കാൻ വിശപ്പും ദാഹവും ഉറക്കവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അടിയങ്ങൾ കാത്തിരിക്കുകയാണ് ഈ ഗുരുനാഥ. ഇനി അത് മാത്രം എനിക്ക് കേട്ടാൽ മതി, മറ്റൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീരൊടുക്കിക്കൊണ്ട് ആ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുമ്പോൾ എത്രയായി ശ്രീശ്വബ്രഹ്മർഷിക്ക് സന്തോഷം എന്ന് കണക്കില്ല. മഹാരാജൻ, അങ്ങേക്ക് ജന്മജന്മാന്തരങ്ങളിലുള്ള പുണ്യമാണ്, അതുകൊണ്ട് കിട്ടിയതായിരിക്കുന്ന ഒരു സംസ്കാരമാണ് കൃഷ്ണകഥ കേൾക്കാനുള്ള യോഗ്യത. എല്ലാവർക്കും ഒന്നും കൃഷ്ണകഥ കേൾക്കാൻ പറ്റില്ല. അത് കേൾക്കണമെങ്കിൽ എന്ത് വേണം? നൈഷ്ഠികീരതി. ജന്മജന്മാന്തരങ്ങളെ സുഹൃതികൾക്ക് മാത്രമേ കൃഷ്ണകഥകൾ പാടാനും കേൾക്കാനും സാധിക്കുകയുള്ളൂ, അതിൽ പങ്കെടുക്കാനും. ഇത്രയും പേര് ഇവിടെ വന്നിരിക്കണമെങ്കിൽ ജന്മാന്തരത്തിൽ നമ്മൾ ചെയ്ത സുഹൃതത്തിൻ്റെ വലിപ്പം തന്നെയാണ്, യാതൊരു സംശയമില്ല. ആരാണോ ഭഗവാന്റെ കഥ പറഞ്ഞു തരണേന്ന് ചോദിക്കുന്നവർ, ആരാണോ പറഞ്ഞു കൊടുക്കുന്നത്, ആരാണോ കേൾക്കുന്നത്, 3 പേർക്കും ശ്രീകൃഷ്ണ അനുഗ്രഹം ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കൃഷ്ണാവതാരം 90 അധ്യായങ്ങളെ കൊണ്ട് കൃഷ്ണകഥകൾ പറയുകയാണ്. അതിൽ ആദ്യത്തെ അധ്യായം കൊണ്ട് ഭൂമിദേവിയുടെ ഒരുക്കം, ഭഗവാനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങാണ് ഭൂമിദേവി. 2ാമത്തെ അധ്യായം കൊണ്ട് ബലരാമസ്വാമിയുടെ അവതാരം, അതുപോലെ ബ്രഹ്മാദികൾ ഗർഭസ്ഥിതനായിരിക്കുന്ന ഭഗവാനെ സ്തുതിക്കുന്നു. 3ാമത്തെ അധ്യായത്തിലാണ് ഭഗവാന്റെ അവതാരം. ആ സമയത്ത് പഹകളൊക്കെ നിറയ്ക്കാം, നെയ്വിളക്കുകളൊക്കെ നിറയ്ക്കാം, പാല് അവിടെ കൗണ്ടറിലുണ്ടെന്ന് പറഞ്ഞു. അതുള്ളവരൊക്കെ അതെല്ലാം ആ പാലൊക്കെ സമർപ്പിക്കാൻ ഇപ്പം തന്നെ ഇങ്ങനെ വേണ്ടതൊക്കെ ചെയ്തുകൊണ്ട് പഴമോ പഞ്ചസാരയോ അതുപോലെ തട്ട നിവേദ്യം ഒക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പട്ടുകോണകം, മഞ്ഞപ്പട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വേണ്ടവരെല്ലാം അത് സമർപ്പിച്ചോളൂ. 2 അധ്യായം വായിക്കുമ്പോഴേക്കും എല്ലാവരും അതൊക്കെ സമർപ്പിക്കേണ്ടവരെല്ലാവരും അതിൽ പങ്കെടുക്കാം. നമുക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് കണ്ണന് എന്തൊക്കെയാണ് കൊടുക്കാൻ പറ്റുന്നത് അതെല്ലാം കൊടുത്തോളൂ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.